പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. പുതിയൊരു കൃപ ചോദിച്ചേ, പുതിയൊരു അഭിഷേകം ചോദിച്ചേ, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിച്ചേ. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തെ നിങ്ങൾ ചോദിച്ച് പ്രാർത്ഥിച്ചേ. ഈ കാലഘട്ടത്തിൻ്റെ തിന്മയെ നേരിടാൻ ആവശ്യമായ അഭിഷേകത്തെ ചോദിച്ച് പ്രാർത്ഥിച്ചേ. ഈ കാലഘട്ടത്തിൽ സാത്താൻ ഒരുക്കി വച്ചിരിക്കുന്ന കെണികളിൽ വീഴാതെ ജീവിക്കാനുള്ള അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിച്ചേ. ഏതെല്ലാം മേഖലകളുടെ മേൽ സാത്താൻ നമ്മെ കെട്ടിയിട്ടിട്ടുണ്ടോ, ആ മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തിയും അഭിഷേകവും കടന്നു വരുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം എന്നെ കീഴടക്കിയിരിക്കുന്ന, എന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഏതെല്ലാം ചങ്ങലകളുണ്ടോ, ആ ചങ്ങലകളെല്ലാം അഴിയപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ആ ചങ്ങലകളെല്ലാം അഴിയപ്പെടുവാൻ കർത്താവിൻ്റെ വലിയൊരു കരുണ നമ്മുടെ മേൽ, നമ്മുടെ ദേശത്തിൻ്റെ മേൽ ഒഴുകപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളും യുദ്ധങ്ങളും മറ്റു തരത്തിലുള്ള കെടുതികളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും മാറുവാൻ, അതിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ കടന്നു വന്ന് അതെല്ലാം ഒഴിവാക്കപ്പെടുവാൻ കർത്താവിൻ്റെ കരുണയെ നമുക്ക് യാചിക്കാം. നമ്മളായിരിക്കുന്ന ദേശത്തെ സമർപ്പിക്കാം, നമ്മുടെ കൊച്ചു കേരളത്തെ സമർപ്പിക്കാം, നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന നമ്മുടെ ഭവനങ്ങളായിരിക്കുന്ന ദേശങ്ങളെ സമർപ്പിക്കാം. നമ്മളുടേതായിട്ടുള്ള എല്ലാ നിയോഗങ്ങൾ ഈ സമയം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചേ. നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചേ. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മീയമായ നിയോഗങ്ങൾ കൂടെ സമർപ്പിക്കണേ എന്ന് അപേക്ഷിക്കുക. ഭൗതികതയിലേക്ക് മാത്രം ഈശോയെ വിളിക്കാതെ ആത്മീയമായ നിയോഗങ്ങൾ കൂടെ ഈ സമയം സമർപ്പിച്ചേ. പുതിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സാത്താനിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളും ഭേദിക്കപ്പെടുവാൻ, അവൻ്റെ എല്ലാ ആധിപത്യങ്ങളും മുട്ടുമടക്കുവാൻ, അവനൊരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടുവാൻ, സംരക്ഷിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുവാൻ സമയം സമർപ്പിച്ചേ. കുടുംബത്തെ സമർപ്പിച്ചേ. ധ്യാനത്തിന് വരാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ചേ. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ചേ. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചേ. ധ്യാനത്തിന് വരാൻ സാധിക്കാതെ ഭവനങ്ങളിലായിരിക്കുന്ന മക്കളെല്ലാം ഈ സമയം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചേ. അവരുടെ നിയോഗങ്ങളോട് കൂടെ നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. അതരം തുറന്ന് ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മൾ ഓരോരുത്തരുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിനു മേൽ, നമ്മുടെ ആവശ്യങ്ങൾക്ക് മേൽ എല്ലാം ഈ സമയം ഇറങ്ങി വരുന്നതിന് വേണ്ടി ആത്മാവിൻ്റെ ശക്തിയാൽ വിടുതൽ ലഭിക്കുവാൻ, ആത്മാവിൻ്റെ ശക്തിയാൽ രോഗസൗഖ്യം ഉണ്ടാവാൻ, ആത്മാവിൻ്റെ ശക്തിയാൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുവാൻ ഈ സമയം ഇരു കരങ്ങൾ ഉയർത്തി ഭാഷാവരമുള്ള മക്കള് ഭാഷാവരത്തിൽ ഒന്ന് സ്തുതിച്ചേ. ദിശംധം ലം ദിയറ ലംധം ശംധം ലംധീക. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിച്ചേ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. എല്ലാ കെട്ടുകൾ അഴിയപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. സകല ബന്ധനങ്ങൾ അഴിയപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ദേശത്തിന്റെ മേലുള്ള ആധിപത്യങ്ങൾ മുട്ടുമടക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരാനായിട്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാ അഭിഷേകം നിറയപ്പെടാനായിട്ട് സ്തുതിക്കട്ടെ. എല്ലാ തിന്മയുടെ ശക്തികൾ വിട്ടൊഴിയാൻ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഇരുകരങ്ങളെ ഉയർത്തി, ഇരുകരങ്ങളെ ഉയർത്തി അധരം തുറന്ന് സ്തുതിക്കട്ടെ.
ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്ന കർത്താവ്, മഹത്വപ്പെടുന്നു, നന്ദി പറയുന്ന യേശുവേ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. സകലങ്ങൾ അഴിയപ്പെടാൻ സ്തുതിക്കട്ടെ, സകല ബന്ധനങ്ങൾ അഴിയപ്പെടാൻ സ്തുതിക്കട്ടെ, കെട്ടുകൾ അഴിയപ്പെടാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണം ഈ സമയം. മക്കളുടെ മേൽ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ. ദേശങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ വിട്ടും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ കരുണ ഒഴുകട്ടെ ഈ സമയം. ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ശക്തിയോടെ അഭിഷേകത്തോടെ പാടി ആരംഭിക്കും. അഭിഷേകത്തോടെ സ്തുതിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ചേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ മക്കളെ വേട്ടയാടുന്ന എല്ലാവരും തിന്മയുടെ സ്വാധീനങ്ങള്, അന്ധകാരത്തിന്റെ കെട്ടുകൾ, അവന്റെ എല്ലാ ആധിപത്യങ്ങള്, കർത്താവ് ഇവരുടെ മേൽ സാധാരണയിട്ടിരിക്കുന്ന സകല തിന്മയുടെ ആധിപത്യങ്ങള്, ഇവരുടെ ജീവിതത്തിലെ സാധാരണയിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങള്, രോഗത്തിന്റെ ബന്ധനങ്ങളുടെ, പൈശാചികതയുടെ, ജീവിതത്തിലുള്ള മറ്റു തരത്തിലുള്ള കെട്ടുകളുടെ എല്ലാ ആധിപത്യങ്ങളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, അവന്റെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാണ്, അവന്റെ വിശുദ്ധ കുരിശിന്റെ മുദ്രയാണ്. കർത്താവിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും കൂട്ടത്തോടെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. നല്ല കെട്ടുകൾ അഴിയട്ടെ. നല്ല രോഗത്തിന്റെ, അലസതയുടെ, ക്ഷീണത്തിന്റെ, മടിയുടെ, തളർച്ചയുടെ, നിരാശയുടെ, മനമെടുത്ത അവസ്ഥകളുടെ സകല കെട്ടുകൾ, അതിന്റെ എല്ലാ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ഈ സമയം ഈ മക്കളിൽ നിന്ന് കൂട്ടത്തോടെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. വന്ന വഴിയിലൂടെ, സഞ്ചരിച്ച അവസ്ഥകളിലൂടെ, കഴിച്ച ഭക്ഷണത്തിലൂടെ, ആയിരുന്ന അവസ്ഥകളിലൂടെ, കണ്ടുമുട്ടിയ വ്യക്തികളിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കെട്ടുകളും, അലസതയുടെ കെട്ടുകള്, നിരാശയുടെ കെട്ടുകള്, മനമെടുത്ത അവസ്ഥകളുടെ കെട്ടുകള്, രോഗത്തിന്റെ, സാമ്പത്തിക മേഖലയുടെ സകല കെട്ടുകള് യേശുനാമത്തിന്റെ മക്കളിൽ നിന്ന് കൂട്ടത്തോടെ വിട്ടുമാറിപ്പോട്ടെ. അഴിയട്ടെ, അഴിയട്ടെ, സകല കെട്ടും ശകലകള് അഴിയട്ടെ, 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 അഴിയട്ടെ. ശുദ്ധനാമത്തില് ഈ ധ്യാനത്തില് പങ്കെടുക്കുന്നതിന്, ഈ ധ്യാനത്തിൽ ആത്മാർത്ഥമായിട്ട് യേശുവെ ഉൾക്കൊള്ളുന്നതിന് തടസ്സമായിട്ട് മക്കളിലുള്ള എല്ലാ കെട്ടുകളും, നിരാശയുടെ കെട്ടുകള്, കർത്താവേ, ടെൻഷന്റെ കെട്ടുകൾ യേശുനാമത്തിൽ ഈ സമയം മക്കളിൽ നിന്ന് കൂട്ടത്തോടെ വിട്ടുമാറട്ടെ. വചനത്തെ സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് ഇവിടെ ആത്മാവിന്റെ മേൽ, മനസ്സിന്റെ മേൽ, ബുദ്ധിയുടെ മേൽ സാധാരണയിട്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ജഡത്തിന്റെ, ജഡിക പ്രവണതയുടെ, മദ്യാസക്തിയുടെ, ലഹരിയുടെ, തെറ്റായ ബന്ധങ്ങളുടെ, തെറ്റായ ചിന്തകളുടെ സകല അരൂപികള് യേശുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയല്ല, വിശുദ്ധ കുരിശിന്റെ മുദ്രയാണ് ഈ സമയം ഈ മക്കളിൽ നിന്ന് കൂട്ടത്തോടെ ബന്ധിക്കുന്നു, 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 വിട്ടുമാറിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ. ശ്രദ്ധിക്കട്ടെ.
അഴിഞ്ഞു പോകട്ടെ. ഞങ്ങളിൽ ഒഴുകട്ടെ. ശാപം നീങ്ങി പോകട്ടെ. ഞങ്ങളിൽ ഒഴുകട്ടെ. ശാപം നീങ്ങി പോകട്ടെ. ഞങ്ങളിൽ ഒഴുകട്ടെ. പാപം നീങ്ങി പോകട്ടെ. ഞങ്ങളിൽ ഒഴുകട്ടെ. പാപം നീങ്ങി പോകട്ടെ. ശക്തിയോടെ അഭിഷേകത്തോടെ ഒരിക്കൽ കൂടെ കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ധ്യാനത്തിന് കടന്നു വരുമ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കാനുള്ള 3 നിയോഗങ്ങൾ സമർപ്പിച്ചേ. ഈ ധ്യാനത്തിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണ്ട 3 നിയോഗങ്ങളെ സമർപ്പിച്ചേ. ആ 3 നിയോഗങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മൾ പതിവായി ചെയ്യുന്ന ഏതെങ്കിലും പാപത്തെ, ശീലത്തെ, ഈശോ ആഗ്രഹിക്കാത്തത് എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിക്കും എന്നൊരു തീരുമാനം കൂടെ ഈ സമയം ദൈവത്തിന് കൊടുത്തേ. ഇവിടെ ഈ 3 നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ, അതിൻ്റെ ആത്മാരശക്തിയാൽ നിറയപ്പെടുവാൻ, നമ്മുടെ എല്ലാ കെട്ടുകൾ അഴിയപ്പെടാൻ ആത്മാർത്ഥതയോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ആ നിയോഗങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വിളിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ. ആവേ ആവേ, കരങ്ങൾ വീശി ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ. വീണ്ടും ആവേ 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 മരിയ.
കൂടെ പാടി പ്രാർത്ഥിക്കാം. വലതുകരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ഒരു പുതിയ ദിവസം ദൈവം തന്നെ അനുവദിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പുതിയൊരു ദിവസം തന്ന് അനുഗ്രഹിച്ച ദൈവത്തിനും നന്ദി പറയാം. കർത്താവിൻ്റെ വലിയൊരു കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടുവാനായിട്ട്, നമ്മുടെ പാപങ്ങൾ ദൈവസമക്ഷം ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കർത്താവ് നമുക്ക് തന്നു. വീണ്ടും ഒരു ധ്യാനം കൂടുവാൻ കർത്താവ് നമ്മളെ അനുവദിച്ചു. ഏതെങ്കിലും ഒരുക്കക്കുറവ്, ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, ഏതെങ്കിലും വെറുത്തുപേക്ഷിക്കുന്നതായിട്ടുള്ള പാപം നമ്മളിലുണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിന്മാറി പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മൾ ഓരോരുത്തരുടെ മേലും നിറയപ്പെടുന്നതിന് വേണ്ടി ദൈവം തന്ന ഈ ഒരു ദിവസത്തെയും ഈ ഒരു ധ്യാനത്തെയും ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഇത് പരിശുദ്ധാത്മ അഭിഷേക ധ്യാനമാണ്. ഒപ്പം നമ്മൾ ഈ ധ്യാനത്തിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ്റെ മുൻപിൽ വരാനിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും, പ്രകൃതിക്ഷോഭങ്ങളും, യുദ്ധങ്ങളും, മറ്റ് തരത്തിലുള്ള മറ്റ് പല കിംവദന്തികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഒഴിവായി പോകുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണ കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച്, കരുണയ്ക്ക് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നൊരു ധ്യാനമാണ് ഈ 3 ദിവസത്തെ ധ്യാനം. അപ്പോൾ നമ്മൾ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിലും പരിശുദ്ധാത്മാഭിഷേകത്താൽ നമ്മൾ നിറയപ്പെടണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരുക്കം ദൈവത്തിന് മുമ്പിൽ ആവശ്യമാണ്. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരുക്കവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ടുള്ള ഒരുക്കവുമാണ് ഈ ധ്യാനം. ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യം അതാണ്, മറ്റൊന്നുമല്ല. ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്. കരുണയ്ക്ക് വേണ്ടി, ദേശത്തിൻ്റെ മേൽ കരുണ, നമ്മുടെ മേലല്ല, നമ്മൾ ആ ദേശത്ത് പെടുന്നത് കൊണ്ട് ദേശത്തിൻ്റെ മേൽ കരുണ ചൊരിയപ്പെടാൻ, നാനാജാതി മതസ്ഥരുടെ മേൽ കരുണ ചൊരിയപ്പെടുവാൻ, ലോകം മുഴുവൻ്റെ മേൽ കരുണ ചൊരിയപ്പെടുവാൻ, എല്ലാ ഭരണാധികാരികളുടെ മേലും കരുണ ചൊരിയപ്പെടുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അവർ നിറയപ്പെടുവാനായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആയിരിക്കുന്ന ദിവസമാണ് ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ കൂടെ നിങ്ങൾ സമർപ്പിക്കേണ്ട പകരം ഈ നിയോഗങ്ങളെക്കാളുപരി സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാനായിട്ട് ദൈവം നോക്കുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് ചുറ്റുമായിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നമുക്ക് നമ്മുടെ ഈ ധ്യാനത്തെ നമ്മൾക്ക് ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെക്കാം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ദേശം വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട്, വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവായി പോകുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ വയനാടും മറ്റുമൊക്കെ ഒത്തിരി കണ്ടതാണ്. ഇനിയും വരാനിരിക്കുന്നതൊക്കെ ഒഴിവായി പോകുന്നതിന് വേണ്ടിയിട്ട് ദൈവസമക്ഷം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. അതിനുവേണ്ടി ദൈവം തന്നൊരു ദിവസമായിട്ട്, ദിവസങ്ങളായിട്ട് ഈ ദിവസത്തെ നമുക്ക് നോക്കി കാണാം. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയപ്പെടണം. നമ്മളിലൂടെ നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളായിരിക്കുന്ന തലങ്ങളിലെല്ലാം കുടികൊള്ളണം. നമ്മളായിരിക്കുന്ന തലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടികൊള്ളണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടാകണമെന്നുള്ളതാണ്. അതല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഏരിയയിലേക്കല്ല പ്രവഹിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരേണ്ടത് ഓരോ വ്യക്തികളിലേക്കും, ആ വ്യക്തികളിലൂടെ ആ വ്യക്തികളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും, ആ വ്യക്തികളിലൂടെയാണ് ആ വ്യക്തികളുടെ നിയോഗങ്ങളിലേക്ക്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും ഇൻവൈറ്റ് ചെയ്യരുത്. എനിക്ക് ഈ നിയോഗം സാധിക്കണം, പരിശുദ്ധാത്മാവെ നിറയണം അല്ല, മറിച്ച് ഈ നിയോഗത്തിന് കാരണം എന്നിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലില്ലെങ്കിൽ ഭൗതിക നിയോഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് എന്നിൽ വർദ്ധിച്ചു വരാൻ അത് ഇടവരുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലില്ലെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ എണ്ണം പെരുകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ താളം തെറ്റും. എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടല്ല കുടുംബത്തിൻ്റെ താളം തെറ്റുന്നത്. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം ഇല്ലാത്തത് കൊണ്ടല്ല കുടുംബത്തിൽ താളം തെറ്റുന്നത്, മറിച്ച് എന്നിൽ, ആ കുടുംബത്തിൽ വസിക്കുന്ന എന്നിൽ എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കുറഞ്ഞു പോയി ലോകാരൂപി എന്നിൽ ചാർജ് എടുക്കുന്നുവോ അതുമൂലമാണ് കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നിയോഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും നമ്മൾ പാപത്തിൻ്റെ പുറകെ ഓടുന്നതും തെറ്റായ സ്നേഹ ബന്ധങ്ങൾ കടന്നു വരുന്നത്, ജഡിക പാപങ്ങൾ വർദ്ധിക്കുന്നത്, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പെരുകുന്നത്, ചില സ്ഥലങ്ങൾ വിറ്റുപോകാത്തത്, ചില സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വിറ്റുപോകത്തില്ല, ചില കെട്ടുകൾ അഴിയത്തില്ല, ചില രോഗങ്ങൾ മാറത്തില്ല. ഇങ്ങനെയുള്ള വല്ല അവസ്ഥകളിൽ നമ്മൾ പറയാം സ്ഥലത്തിൻ്റെ പ്രശ്നം, ആ വീടിൻ്റെ പ്രശ്നം, രോഗം ഇങ്ങനെയാണ്, മെഡിസിൻ ശരീരം സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ പല തരത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ പറ്റി ചിന്തിക്കാതെ മറ്റു വസ്തുക്കളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്വയം ന്യായീകരിക്കും. എൻ്റെ കുഴപ്പമല്ല, അവിടെ എന്തോ പ്രശ്നമുണ്ട്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളതിലേക്ക് ഞാൻ സ്വയം മാറിക്കൊണ്ട് മറ്റുള്ളതിനെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാണിക്കും. ഇത് തന്നെയാണ് നമ്മൾ നിയോഗങ്ങളുമായിട്ട് ദൈവസമക്ഷം കടന്നു ചെല്ലുമ്പോഴും സംഭവിക്കുന്നത്, മറിച്ചൊന്നല്ല. ഇത് തന്നെയാണ് നിയോഗം. എൻ്റെ സ്ഥലം വിറ്റുപോകാത്ത നിയോഗം, എൻ്റെ മക്കൾ ഒരു തരത്തിലും മേന്മ വരാത്ത നിയോഗം, കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ നിയോഗം, ഇങ്ങനെ നിയോഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ക്ഷണിക്കുന്നതിനേക്കാൾ ഉപരി ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ ഇത്തരത്തിലുള്ള വ്യക്തികളുള്ള ദേശവും കുടുംബവും വിശുദ്ധീകരിക്കാനും അവരുടെ ആവശ്യത്തിലേക്ക് കടന്നു വരുവാനും ആ കുടുംബത്തെ സംരക്ഷിക്കാനും ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. ആ കുടുംബത്തെ രക്ഷിക്കുക എന്ന് പറയുന്നതും സംരക്ഷിക്കുക എന്ന് പറയുന്നതും രണ്ടാം. ഒരു ആപത്തിൽ പെട്ടതിനെയാണ് രക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ എല്ലാത്തിൽ നിന്നും ഒരാപത്തിലും പെടാതിരിക്കാൻ ദൈവം കൊടുക്കുന്ന കരുതലാണ് സംരക്ഷണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് തരമാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവെ രക്ഷിക്കണമേ എന്നാണ്. രക്ഷിക്കണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, സംരക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാത്രമേ രക്ഷ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നൊരു തലമുണ്ട് അതിനകത്ത്. മറിച്ച് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എക്കാലത്തേക്കുമായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക സംരക്ഷണ വേലിക്കുള്ളിൽ, സംരക്ഷണ വലയത്തിനുള്ളിൽ നമ്മളായിത്തീരുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്നത് സംരക്ഷണത്തിലാണ്, രക്ഷയിലല്ല. അപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിലേക്ക് ദൈവത്തെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആവശ്യം, ഇപ്പോൾ ഇതാണ്, ഇതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം, എൻ്റെ ഇപ്പോഴത്തെ രോഗം നീ എന്നെ മാറ്റിത്തരണം, ഇപ്പോഴത്തെ ബാധ്യത മാറ്റിത്തരണം. രക്ഷയല്ല ആവശ്യം, മറിച്ച് സംരക്ഷണമാണ് ആവശ്യം. രക്ഷിക്കുക എന്ന് പറഞ്ഞത് അവൻ ആദ്യമേ ചെയ്ത് കഴിഞ്ഞതാ കുരിശിൽ. ആമേൻ, ഹല്ലേലൂയ. രക്ഷ സമസ്ത ലോകത്തിനും ലഭിച്ചു കഴിഞ്ഞതാണ്. ഇനി രക്ഷയുടെ ആവശ്യമില്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും. കാരണം ക്രിസ്തു കുരിശിൽ യാഗമായപ്പോൾ രക്ഷ കൈവന്നു.
അത് ഫിനിഷ്, അത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ആ ഒരു തലത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് വിലപ്പെട്ട പ്രാർത്ഥനയുടെ അർത്ഥത്തെ മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കരുത്. രക്ഷ കൈവന്ന് കഴിഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം കുരിശിൽ ക്രിസ്തു യാഗമായപ്പോൾ രക്ഷ കൈവന്ന് കഴിഞ്ഞു. ഇനി ഒരു രക്ഷ ആവശ്യമില്ല. എൻ്റെ രോഗത്തിൽ നിന്ന്, എൻ്റെ കടബാധ്യതയിൽ നിന്ന്, എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒരു രക്ഷ ആവശ്യമില്ല. എന്നേക്കുമായിട്ട് രക്ഷിക്കപ്പെട്ട ജനതയാണ് കർത്താവിൻ്റെ മക്കള്. ഹല്ലേലൂയ. ഇനി ആവശ്യം ഈ കാലഘട്ടത്തിനും എനിക്കും എൻ്റെ മക്കൾക്ക്, എൻ്റെ തലമുറയ്ക്ക് ആവശ്യം സംരക്ഷണമാണ്, രക്ഷയല്ല. സംരക്ഷണമാണ് ഈ കാലഘട്ടത്തിലേക്ക് ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിക്കേണ്ടത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അപ്പോൾ സംരക്ഷണം കിട്ടാനായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധിയും എൻ്റെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്ന ആരാധനയുമാണ് ദൈവം നോക്കുന്നത്. സംരക്ഷണത്തിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധിയും ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്ന ആരാധനയുമാണ് സംരക്ഷണത്തിൻ്റെ മാനദണ്ഡം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധി. ഇവിടെ നമ്മൾ കടന്നു വരുന്നത് ഈ ഒരു ടോപ്പിക്കിലേക്കാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കെട്ട് അഴിയുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ദേശത്തിൻ്റെ മേൽ സാത്താൻ്റെ ആധിപത്യം കടന്നു വരുന്നു? പ്രിയപ്പെട്ട ദൈവജനമേ, സാത്താൻ്റെ ആധിപത്യം കടന്നു വരുന്നു. വെള്ളത്തിലൂടെ ലോകം മുഴുവൻ ആക്രമിക്കപ്പെടുന്നു. വെള്ളത്തിലൂടെ ആക്രമിക്കപ്പെടുന്നു, വെള്ളത്തിലൂടെ നശിപ്പിക്കപ്പെടുന്നു. ഉൽപ്പത്തി 1:2 പറയുന്നു, ജലത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ടെങ്കിൽ ഈ ചൈതന്യം ജലത്തിന് നഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഈ കാലഘട്ടത്തിൽ. കാരണം വെള്ളം, വാട്ടർ ബോംബ് എന്ന് പറയുന്ന ഒരവസ്ഥ, നമ്മൾ പേടിച്ച് വിറച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പം നമ്മൾ ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങളുണ്ട്. എന്തുകൊണ്ട് ജലത്തിലൂടെ മനുഷ്യ മക്കള് ആക്രമിക്കപ്പെടുന്നു? ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിന് മീതെ ചരിക്കുന്നു എന്ന് പറയുന്ന ഉൽപ്പത്തി 1:2 വചനത്തിൻ്റെ ചൈതന്യം, അഭിഷേകം നമ്മളിൽ നിന്ന്, നമ്മൾ താമസിക്കുന്ന, നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ? പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാകുന്ന ജീവജലം കുറയുമ്പോൾ ഞാനായിരിക്കുന്ന ദേശം, ഞാനായിരിക്കുന്ന കുടുംബം, ഞാനായിരിക്കുന്ന ജോലി, പ്രവർത്തന മേഖലകളെല്ലാം സാത്താൻ്റെ അധീനതയിലും വലയത്തിലും ആയിത്തീരും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ. സാത്താൻ്റെ അധീനതയിലും വലയത്തിലുമായിത്തീരും. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ടാൽ ദേശം സംരക്ഷിക്കപ്പെടും. കാരണം ദേശത്തെ നശിപ്പിക്കാൻ ദൈവം ഒരുങ്ങിയപ്പോൾ അബ്രഹാം ചോദിച്ചത്, ഒരു നീതിമാനെ പ്രതി ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ലേ എന്നുള്ളതാണ്. ഒരു നീതിമാനെ പ്രതി ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് ദേശത്തിൻ്റെ വിശുദ്ധിയല്ല, വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധിയിലൂടെ ദേശത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കർത്താവ് എടുക്കുന്ന തീരുമാനമെങ്കിൽ ദേശത്തിന് വേണ്ടിയിട്ടോ ഭൂമിക്ക് വേണ്ടിയിട്ടോ അല്ല പ്രാർത്ഥിക്കേണ്ടത്. അവിടെ അധിവസിക്കുന്ന മനുഷ്യ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ദൈവത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ട്, അവർ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കനിവാർന്ന് നൽകുന്ന അനുഗ്രഹമാണ് പ്രിയപ്പെട്ട ദൈവജനമേ ലോകത്തിൻ്റെ, ദേശത്തിൻ്റെ, ഭൂമിയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ രക്ഷയല്ല ദൈവം കൊടുക്കുന്നത്, സംരക്ഷണമാണ് ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത്. രക്ഷ നൽകപ്പെട്ട് കഴിഞ്ഞു, ലഭിച്ചു കഴിഞ്ഞതാണ്. വീണ്ടും അതിനു വേണ്ടി ചോദിക്കേണ്ട. രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞത നമ്മൾ സങ്കീർത്തകനിലൂടെ നമ്മൾ കേട്ടതാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതാ ഈ ജനം മൊത്തം. കാരണം കുരിശിൽ ക്രിസ്തു വന്നപ്പോൾ രക്ഷ കൈ വന്നു കഴിഞ്ഞു. ഇനി ആവശ്യം ആ കുരിശിൻ്റെ സംരക്ഷണമാണ്, കുരിശിൻ്റെ സംരക്ഷണം. അപ്പോൾ എവിടെയെല്ലാം സംരക്ഷണം കിട്ടാതെ വരുന്നുണ്ടോ അവിടെയെല്ലാം വിശുദ്ധ കുരിശ് നാട്ടപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയട്ടെ ഹല്ലേലൂയ. എവിടെയെല്ലാം സംരക്ഷണം കിട്ടാതെ വരുന്നുണ്ടോ അവിടെയെല്ലാം വിശുദ്ധ കുരിശ്, ക്രിസ്തുവിൻ്റെ രക്ഷയുടെ വിശുദ്ധ കുരിശ് നാട്ടപ്പെടണം. ഹല്ലേലൂയ.
സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടേണ്ടത് രക്ഷയുടെ വിശുദ്ധ കുരിശാണ്. രക്ഷ എന്ന് പറയുന്നത് നൽകപ്പെട്ടത് നാട്ടപ്പെടുമ്പോഴാണ് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നത്. രക്ഷ നമുക്ക് നന്ന് കഴിഞ്ഞതാണ്, ലഭിച്ചു കഴിഞ്ഞതാണ്. രക്ഷ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ രക്ഷയുടെ പ്രതീകം എന്ന് പറയുന്ന വിശുദ്ധ കുരിശ് നാട്ടപ്പെടുമ്പോൾ ലഭിക്കുന്നതിൻ്റെ പേരാണ് സംരക്ഷണം എന്ന് പറയുന്നത്. രക്ഷ നൽകപ്പെട്ട് കഴിഞ്ഞു. രക്ഷ എങ്ങനെ നൽകപ്പെട്ടു? വിശുദ്ധ കുരിശിലൂടെ രക്ഷ നൽകപ്പെട്ടെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യം സംരക്ഷണമാണെങ്കിൽ നൽകപ്പെട്ട രക്ഷ എന്തിലൂടെ നൽകപ്പെട്ടുവോ അത് നാട്ടണം. അത് വിശുദ്ധ കുരിശാണ്. അത് ദേശത്തിൻ്റെ മേൽ, അത് വ്യക്തിത്വത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, ജീവിത സാഹചര്യങ്ങളുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ കുരിശ് നാട്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് വിളിക്കുന്ന പേരാണ് സംരക്ഷണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾക്ക് ലഭിക്കേണ്ടത് സംരക്ഷണമാണ്. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ദേശം സംരക്ഷിക്കപ്പെടണം, കുടുംബം സംരക്ഷിക്കപ്പെടണം, ജോലി സംരക്ഷിക്കപ്പെടണം, ആരോഗ്യം സംരക്ഷിക്കപ്പെടണം, ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടണം, തെറ്റായ ബന്ധങ്ങൾ തകർക്കപ്പെടണം. അപ്പോൾ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ട വസ്തുക്കൾ ഏതെല്ലാമാണോ നിങ്ങൾ ഈ സമയം ഒന്ന് കണ്ണടച്ച് അതൊന്ന് സമർപ്പിച്ചേ. രക്ഷിക്കപ്പെടേണ്ടതല്ല ഞാൻ പറയുന്നത്, ഓൾറെഡി നിങ്ങൾ രക്ഷ കിട്ടിക്കഴിഞ്ഞതാണ്. സംരക്ഷിക്കപ്പെടേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ്? ആരോഗ്യമാണോ, ദേശമാണോ, ജോലിയാണോ, ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളാണോ, മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങളാണോ? ഏതാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? ആ സംരക്ഷിക്കപ്പെടേണ്ടതിനെ കണ്ണടച്ച് നിങ്ങളൊന്ന് സമർപ്പിച്ചേ. സംരക്ഷിക്കപ്പെടേണ്ടത്, രക്ഷിക്കപ്പെടേണ്ടതല്ല, സംരക്ഷിക്കപ്പെടേണ്ടതിനെ ഒന്ന് സമർപ്പിച്ചേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതിനെ സമർപ്പിച്ചു കഴിഞ്ഞു. സംരക്ഷിക്കപ്പെടേണ്ടതാണ് കേട്ടോ, രക്ഷിക്കപ്പെടേണ്ടതല്ല. രോഗങ്ങൾ മാറുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംരക്ഷിക്കപ്പെടുക, ആരോഗ്യം സംരക്ഷിക്കപ്പെട്ടാൽ പിന്നെ രോഗം മാറാനായിട്ടുള്ള പ്രാർത്ഥന അസ്ഥാനത്താണ്. ആരോഗ്യം സംരക്ഷിക്കപ്പെട്ടാൽ രോഗം മാറാനുള്ള പ്രാർത്ഥന അസ്ഥാനത്താണ്. ദേശം സംരക്ഷിക്കപ്പെട്ടാൽ പ്രകൃതിക്ഷോഭങ്ങൾ മാറാനുള്ള പ്രാർത്ഥനകളും അസ്ഥാനത്താണ്. ദേശം സംരക്ഷിക്കപ്പെട്ടാൽ പ്രകൃതിക്ഷോഭങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കുടുംബം സംരക്ഷിക്കപ്പെട്ടാൽ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും നശിക്കത്തില്ല, അതും രക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ സംരക്ഷിക്കപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, രക്ഷിക്കപ്പെടാനല്ല, സംരക്ഷിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ വചനത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അത് 1 കൊറിന്തോസ് അതിൻ്റെ 6-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം. 1 കൊറിന്തോസ് 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിച്ചേ. 1 കൊറിന്തോസ് 6-ാം അധ്യായം 12 മുതൽ 19, 20 വരെയുള്ള തിരുവചനം. 19 അല്ല, 20 വരെയുള്ള തിരുവചനം ഒരാളൊന്ന് ഉറക്കെ വായിക്കാമോ? ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എന്നെ ഒന്നും അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ മനുഷ്യമക്കള് ജീവൻ്റെ നിയമം നമ്മൾ പാലിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന വ്യക്തി പാലിക്കേണ്ട നിയമമാണ് ജീവൻ്റെ നിയമം, രക്ഷയുടെ നിയമം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിക്ക് സ്വർഗം ഒരു നിയമം കൊടുക്കും. വെറുതെ ഒരു പരിശുദ്ധാത്മാഭിഷേകം ഒരു വ്യക്തിയിലേക്കും കടന്നു വരികയില്ല. മറിച്ച് പരിശുദ്ധാത്മാ അഭിഷേകം നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ, അത് പാലിക്കേണ്ട, ആ അഭിഷേകം നിന്നിൽ നിലനിൽക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് നൽകപ്പെടുന്ന ഒരു നിയമമുണ്ട്. ഈ നിയമത്തിന് അനുസൃതമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതം. ഈ നിയമത്തിന് അനുസൃതമാണ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതം. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി
ആ ദൈവത്തിൽ ജീവിക്കണമെങ്കിൽ പ്രിയമുള്ള ജനമേ, അവിടെ ഒരു നിയമം ആ വ്യക്തിയിലൂടെ പാലിക്കപ്പെടാൻ സ്വർഗം ആ വ്യക്തിയെ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ നിയമം ആ വ്യക്തിയിലൂടെ ഒരു ദേശത്തിന് നൽകപ്പെടുമ്പോൾ, ഈ വ്യക്തി ഈ നിയമം പാലിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയിലൂടെ ആ ദേശത്തെ സംരക്ഷിക്കുവാൻ സ്വർഗത്തിന് സാധിക്കും. കാരണം ദൈവത്തെ അറിഞ്ഞ വ്യക്തി പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നു. നിയമമാണ്. ദൈവത്തെ അറിഞ്ഞ വ്യക്തി, ദൈവചിന്തയിൽ ജീവിക്കുന്ന വ്യക്തി, ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി, ദൈവ ഭയമുള്ള വ്യക്തി, പ്രിയപ്പെട്ട ദൈവജനമേ, പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുന്നു. നിയമമാണ്, അത് പാലിക്കുന്നു. എങ്ങനെ? സ്വർഗം കൊടുത്ത ആത്മാവിൽ നൽകപ്പെട്ട ഒരു നിയമമുണ്ട്. ഈ നിയമത്തിന് അനുസൃതമായിട്ട് വിളിക്കപ്പെട്ടവള് പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ആ ഒരു നിയമത്തിൻ്റെ ചിട്ടവട്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ റോഡ് റൂൾസ് അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ പിഴ ഒടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ നൽകപ്പെട്ട വ്യക്തി, ദൈവം ആ നൽകപ്പെട്ട ദൈവത്തിൻ്റെ ചൈതന്യം അഥവാ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നപ്പോൾ ഒരു നിയമവും നിന്റെ ഹൃദയത്തിൽ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ നിയമം ലംഘിച്ച പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ പിഴ ഒടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ഒരു ദേശത്തേക്ക് സാത്താൻ്റെ അധിക പ്രസരം കടന്നു വരാൻ, അല്ലെങ്കിൽ അവനിലൂടെ ഒരു ദേശം ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് വെള്ളത്തിലൂടെയോ യുദ്ധത്തിലൂടെയോ മറ്റു പ്രകൃതിക്ഷോഭങ്ങളിലൂടെയോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു ദേശം ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ നിയമം അവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ദേശം ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തെ അറിയാത്ത ഒത്തിരി മക്കളുണ്ട്. അവരെ പ്രതി ഒരു ദേശവും ആക്രമിക്കപ്പെടില്ല. അതാദ്യം മനസ്സിലാക്കുക. ദൈവത്തെ അറിയാത്ത, ദൈവം എന്തെന്നറിയാത്ത, ദൈവവിചാരമില്ലാത്ത, ദൈവാനുഭവമില്ലാത്ത ഒത്തിരി മക്കള് നമ്മുടെ ദേശങ്ങളിലുണ്ട്. പക്ഷെ അവരെ പ്രതി ഒരിക്കലും ദേശം ആക്രമിക്കപ്പെടില്ല. യുദ്ധങ്ങളോ ഭീകരാക്രമണങ്ങളോ മറ്റു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും സാത്താന് കൊടുക്കാനും പറ്റില്ല. കാരണം അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഏതെങ്കിലും പ്രകൃതി ദുരന്തം കടന്നു വരണമെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധങ്ങൾ, അതുപോലുള്ള കിംവദന്തികൾ നമ്മൾ കേൾക്കും. ഇപ്പൊ പുറപ്പെടും, പൊട്ടിപ്പുറപ്പെടും എന്നുള്ള അവസ്ഥ വരണമെങ്കിൽ അതിന് കാരണം ദൈവത്തെ അറിയാത്തവർ ആ ദേശത്തുള്ളത് കൊണ്ടല്ല, മറിച്ച് ദൈവത്തെ അറിഞ്ഞവര് ദൈവത്തെ അറിയാത്ത രീതിയിൽ ജീവിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ വ്യക്തി കൽപ്പന ലംഘിക്കുമ്പോൾ ആ ദേശം സാത്താൻ്റെ അധീനതയിൽ ആയിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്ത വ്യക്തികൾക്ക് ദൈവം എന്തെന്ന് അറിയത്തില്ല. അവർ നോക്കുമ്പോൾ ഇതാണ് ജീവിതം, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് തെറ്റെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. തെറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയോ? ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, ഞാൻ തിരിച്ചറിവ് ലഭിച്ചതിന് ശേഷം ഞാൻ ബോധപൂർവം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് തെറ്റ്, പാപം. അതുകൊണ്ട് തന്നെ ഒരു ദേശത്ത് സാത്താൻ്റെ ആധിപത്യം കടന്നു വരണമെങ്കിൽ ആ ദേശത്ത് വിളിക്കപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ, ദൈവാനുഭവം ലഭിച്ചവൻ ബോധപൂർവം പാപം ചെയ്തിട്ടുണ്ടാകണം. എങ്കിലാണ് ആ ദേശത്ത് സാത്താന് അധിവസിക്കാനും ആ ദേശത്തെ നശിപ്പിക്കാൻ അവന് കടന്നു വരാനും സാധിക്കുകയുള്ളൂ. കാരണം ദൈവത്തെ അറിഞ്ഞവൾ ചെയ്യുന്ന പാപത്തിന് സാത്താന് ഇരട്ടിയാണ് അവൻ്റെ ആധിപത്യം ആ ദേശത്തിന് മേൽ കൊടുക്കാനായിട്ട് സാത്താന് സാധിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ വ്യക്തി ചെയ്യുന്ന പാപത്തിന് ഇരട്ടി പിഴ കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു ദേശത്ത് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാകാനായിട്ട് ഡാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, വയനാട് ചുരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ഉരുൾപൊട്ടൽ വരാതിരിക്കാൻ ദേശത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കേണ്ട. അവിടെ അധിവസിക്കുന്ന ദൈവത്തെ അറിഞ്ഞ മക്കൾ ചെയ്ത പാപത്തിൽ നിന്ന് പിന്തിരിയപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ മാലാഖമാര് ആ ദേശത്ത് അധിവസിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ആ ദേശത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവായ ദൈവം, സ്വർഗം തന്നെയാണ് നേരിട്ട് ഏറ്റെടുക്കുന്നത്. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്ത്
ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മൾ പറയും ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളെ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു കാറ്റഗറി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ഒരു കാറ്റഗറി ലിസ്റ്റിൽ ആ ഒരു സ്ഥലം ചെല്ലേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ഒന്നും മോശമായിട്ട് ദൈവം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നശിപ്പിച്ചതാ ദൈവം സൃഷ്ടിച്ചതിനെ മനുഷ്യൻ. മൃഗങ്ങളൊന്നും പ്രകൃതിയെ നശിപ്പിച്ചിട്ടില്ല, മനുഷ്യനെ പ്രകൃതിയെ നശിപ്പിച്ചിട്ടുള്ളൂ. പ്രകൃതി സ്വയമേവ തന്നെ നശിപ്പിച്ചിട്ടില്ല, മനുഷ്യനാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നതെങ്കിൽ ആ പ്രകൃതി മനുഷ്യനെതിരെ തിരിയുന്നത് അവൻ്റെ പാപം മൂലം അവൻ ദൈവം കൊടുത്തതിനെ നശിപ്പിക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആലയം. പരിശുദ്ധാത്മാവിൻ്റെ ആലയം ഇത് തന്നെയാണ്, നമ്മൾ തന്നെയാണ്, നമുക്കറിയാം. പക്ഷേ ഈ ആലയം എവിടെ വസിക്കുന്നുവോ അത് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ഈ ആലയം വസിക്കുന്ന ഇടം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ആ ഇടം മുഴുവൻ സംരക്ഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം സ്വർഗത്തിൻ്റെതാണ്, നിൻ്റേതല്ല. അപ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത്, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നിന്റെ കുടുംബം ഏത് പ്രകൃതി ദുരന്തത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. നമ്മളാരെയും കുറ്റപ്പെടുത്തണ്ടേ, നമ്മളാരെയും വിധിക്കണ്ട. അവരങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നു എന്ന് നമ്മൾ പറയണ്ട. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ഞാനിരിക്കുന്ന ഈ സ്ഥലം സംരക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ മാലാഖമാരാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ മാലാഖമാരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ദൈവഭക്തർ എന്ന് വിളിക്കുന്നത് ആരെയാ? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരെയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവഭക്തരല്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവഭക്തരല്ല. കാരണം പ്രാർത്ഥിക്കുന്നവരെല്ലാം കാര്യം കാണാൻ പ്രാർത്ഥിക്കുന്നവരാ. അത് ദൈവഭക്തിയല്ല, അത് ദൈവത്തെ മിസ്യൂസ് ചെയ്യുന്നവരാ. ദൈവഭക്തര് ദൈവത്തെ ആരാധിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ദൈവഭക്തരെന്നുള്ളത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ഒരു സമൂഹമുണ്ടോ അത് ദൈവഭക്തരുടെ സമൂഹമാണ്. ആ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് കർത്താവിൻ്റെ ദൂതന്മാരുടെ കടമയായതുകൊണ്ട് ആ സമൂഹം ആയിരിക്കുന്ന ദേശത്തെ ആ ദൂതന്മാർ പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. രണ്ടാമത്തേത് പറയുന്നു, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയമുള്ള ദൈവജനമേ, പ്രാർത്ഥന നിങ്ങളെ അടിമപ്പെടുത്തരുത്. പ്രാർത്ഥന ഒരിക്കലും നിങ്ങളെ അടിമപ്പെടുത്തരുത്. കാരണം പ്രാർത്ഥന പലപ്പോഴും നമ്മളെ അടിമപ്പെടുത്തും. നമ്മളത് പറയും, ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു എന്ന ഒരു ലേബല് നമ്മളതിന് കൊടുത്തിട്ട് പ്രാർത്ഥനയുടെ അടിമത്തത്തിൽ നമ്മളായിത്തീരുന്നൊരവസ്ഥയുണ്ട്. ദൈവത്തിൽ നിന്നല്ല, ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രാർത്ഥനയുടെ അടിമത്തത്തിലല്ല നിന്നെ നിലനിർത്തുന്നത് എന്നുള്ളത് നീ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നിന്നെ പ്രാർത്ഥനയുടെ അടിമത്തത്തിൽ നിലനിൽക്കാൻ നിന്നെ അനുവദിക്കില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആരാധിക്കുന്ന ആരാധനയുടെ അഭിഷേകത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിലനിർത്തുള്ളൂ. ഏതെങ്കിലും ഒരു നിയോഗം സമർപ്പിച്ചുകൊണ്ട് കുറച്ചധികം കാലം നമ്മൾ പ്രാർത്ഥിക്കും. ഒരു നിയോഗം തന്നെ നിറവേറ്റി കിട്ടാനായിട്ട് കുറച്ചധികം കാലം ഒരു നിയോഗം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളെ തന്നെ വിശേഷിപ്പിക്കും പ്രാർത്ഥനക്കാരൻ. അല്ല, അത് പ്രാർത്ഥനയുടെ അടിമത്തമാണ്. അത് നിനക്ക് തന്നത് സാത്താനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു നിയോഗം നിനക്ക് തന്ന് അത് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് സാത്താനാണ്. ആ നിയോഗത്തിന് വേണ്ടി മാനസാന്തരപ്പെടാൻ അവൻ നിന്നെ അനുവദിക്കില്ല. ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അവൻ നിന്നെ പ്രേരിപ്പിക്കും. നിൻ്റെ ഉള്ളിൽ നീ പ്രാർത്ഥനക്കാരനാണ്, പ്രാർത്ഥനക്കാരിയാണ് എന്നൊരു ചിന്തയും തരാൻ അതുമൂലം അവന് പറ്റും. അതിലൂടെ
ആത്മാവ് ദൈവത്തിന് കിട്ടേണ്ട ആത്മാവ് ദൈവത്തിന് നഷ്ടപ്പെടും. കാരണം നിന്റെ ആത്മാവ് അധിവസിക്കുന്നത് നിന്റെ നിയോഗത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിന്റെ ആത്മാവിനെ നിയോഗത്തിന്മേൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതൊന്നും ദൈവത്തിൽ നിന്നല്ല. ദൈവത്തോട് ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം മാത്രമേ ദൈവത്തിൽ നിന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു നിയോഗത്തിന് വേണ്ടി നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പ്രേരണ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ അടിമത്തമാണ്, ദൈവം തരുന്നതല്ല, സാത്താൻ്റെ കെണിയാണ്. തിരിച്ചറിയണം. കാരണം ഒരു പ്രാർത്ഥന തരും, ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം നടക്കും, ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ ഇതെല്ലാം നടക്കും. ഒന്നും നടക്കില്ല. മാത്രമല്ല ആത്മാവിൻ്റെ സ്ഥിതി ഡേ ബൈ ഡേ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ കെട്ടുപോയിക്കൊണ്ടിരിക്കും. സാത്താൻ്റെ ആധിപത്യം നമ്മുടെ ആത്മാവിലും ബുദ്ധിയിലും മനസ്സിലും കടന്നു വരും. 3 തലങ്ങളിലാണ് സാത്താൻ്റെ ആധിപത്യം കടന്നു വരുന്നത്. ഒന്ന് ആത്മാവിൽ, ബുദ്ധിയിൽ, മനസ്സിൽ കടന്നു വരും. സാത്താൻ ഒരിക്കലും ആത്മാവിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം അത് ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടതുകൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സിനെയും ബുദ്ധിയിലും കുടിയിരിക്കാൻ സാത്താന് പറ്റും. എൻ്റെ മനസ്സിലും ബുദ്ധിയിലും കുടിയിരിക്കാൻ സാത്താന് പറ്റും. ആത്മാവിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ മരണശേഷം തിരിച്ചു പോകേണ്ടിടത്തേക്ക് ആത്മാവ് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അയക്കപ്പെട്ടത് എവിടെ നിന്നാണോ അങ്ങോട്ട് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്താൻ സാത്താന് പറ്റില്ല. പക്ഷേ തിരിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഫ്യൂവൽ, ആ ഒരു എനർജി നിന്നിൽ നിന്ന് നഷ്ടപ്പെടുത്താനേ സാത്താന് പറ്റൂ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിനെ ഒരിക്കലും സാത്താന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. കീഴ്പ്പെടുത്താൻ പറ്റാത്തതിന് കാരണം ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടത് കൊണ്ടാണ്. അതെൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓജസ്സുള്ളവനായിട്ട് നിൽക്കുന്നു. ഞാനൊരു ടെസ്റ്റ് ട്യൂബ് ബേബി അല്ല, മറിച്ച് ഞാൻ എൻ്റെ ദൈവത്താൽ സ്വാഭാവികമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ, ദാറ്റ് മീൻസ് എന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു, ഞാൻ ജീവനുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ജീവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ജീവൻ ഉള്ളവനായി ഞാൻ തീർന്നു. ഈ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ഞാൻ ആകുന്ന അവസ്ഥയാണ് ജഡം. ആമേൻ. ഹല്ലേലൂയ. ആ ജഡം ആകുന്ന അവസ്ഥയിലാണ് ജഡിക പാപങ്ങളാകുന്ന സെക്ഷുവൽ സിൻ എന്നിലേക്ക് കടന്നു വരുന്നത്. ഈ ജഡം ഞാൻ ആയിത്തീരുമ്പോൾ ഞാൻ എന്തിനെ ഹഗ് ചെയ്യുന്നുവോ അതുമായി ഞാൻ വ്യഭിചാരത്തിൽ ഏർപ്പെടും. ഒരു പക്ഷേ ജഡമായിരിക്കുന്ന വ്യക്തികളെല്ലാം സെക്ഷുവലിയുള്ള പാപം ചെയ്യുന്നവരല്ല, ജഡിക പാപം. മറിച്ച് ജഡത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ജഡമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കുറയുമ്പോൾ ഞാൻ ജഡമാകുമ്പോൾ ഈ ജഡത്തിന് ചേർന്ന തരത്തിൽ എൻ്റെ ജീവിതം ലോകം കൊടുക്കുന്ന ഏത് സുഖങ്ങളിലേക്ക്, അത് സ്ഥാനമാനങ്ങളായിരിക്കാം, സെക്ഷുവലിയുള്ള പാപമായിരിക്കാം, മറ്റും വ്യക്തികളെ കുറ്റം വിധിക്കുന്ന ഒരു ശീലം, ഒരു സുഖമായിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഏത് സുഖത്തിലേക്ക് ഞാൻ പോകുന്നുവോ, വർക്കഹോളിക് ആകാം, അല്ലെങ്കിൽ കുടുംബത്തോട് കൂടുതൽ ആഭിമുഖ്യം, 1-ാം സ്ഥാനം എന്തിനു കൊടുക്കുന്നുവോ അതെല്ലാം ജഡമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തിനെ എൻ്റെ ആത്മാവിൽ സ്വീകരിക്കുന്നുവോ ഞാൻ അതിനോടൊത്ത് വ്യഭിചാരം ചെയ്യുകയാണ്. ഞാനും അതും ഒറ്റ ശരീരമായിട്ട് പിന്നെ അത് മാറ്റപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഒറ്റ ശരീരമായിട്ട് മാറ്റപ്പെടും. ഇങ്ങനെ ഒറ്റ ശരീരമായിട്ട് പാപത്തെ, ജീവിത സാഹചര്യവും എൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരവും മാറ്റപ്പെട്ട് കഴിയുമ്പോഴാണ്, പ്രിയപ്പെട്ട ദൈവജനമേ, അവിടം അശുദ്ധിയുടെ ആലയമായിട്ട് മാറ്റപ്പെടുന്നത്. അവിടെ അശുദ്ധിയുടെ ആലയമായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, ദൈവമില്ലെങ്കിൽ അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല, സാത്താൻ വന്നേ പറ്റൂ. അവൻ വന്ന് ആ ദേശത്ത് അധിവസിക്കുമ്പോൾ ആ ദേശം ഇത്തരത്തിൽ അവൻ്റേതായിട്ടുള്ള പൊട്ടലും ചീറ്റലും ഉരുൾപൊട്ടലും മറ്റു വെള്ളപ്പൊക്കങ്ങളും ഇതെല്ലാം ജലത്തിന് മീതെ ചരിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, മനുഷ്യൻ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ വരുന്ന അരൂപികളാണ് നമ്മുടെ ദേശത്തെ കീഴടക്കുന്നത്, നമ്മുടെ ദേശത്തെ നശിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇത് തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ എപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കെട്ടുപോകുന്നുണ്ടോ ആ സമയം എൻ്റെ ശരീരം പാപത്തിന് കീഴടങ്ങി രോഗത്തെ ക്ഷണിച്ചു വരുത്തും.
പാപത്തിന് കീഴടങ്ങി ശരീരം രോഗത്തെ ക്ഷണിച്ചു വരുത്തി കഴിയുമ്പോൾ ശരീരം പൂർണ്ണമായിട്ട് സാത്താൻ്റെ അധീനതയിലേക്ക് കയറി വരും. ശരീരം പൂർണ്ണമായിട്ട് സാത്താൻ്റെ അധീനതയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ആത്മാവ്, പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ കിട്ടേണ്ട, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയിൽ നിന്ന് അത് പിന്മാറാൻ ഇടവരും. എന്തുകൊണ്ടാണ്? എൻ്റെ ശരീരത്തെ ഭരിക്കുന്നത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന് പകരം ഞാൻ അനുവാദം കൊടുത്ത് സാത്താന് ഭരണ ചുമതല ഏൽപ്പിക്കുമ്പോൾ, ഞാൻ സാത്താനെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ വിട്ടൊഴിയത്തില്ല. ഈ ഭരണ ചുമതല സാത്താനെ ഞാൻ ഏൽപ്പിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാനത് ഏറ്റുപറയാതെ അനുദപിക്കാതെ മരിക്കുമ്പോൾ ഈ ചുമതല അടുത്ത തലമുറയിലേക്ക് കടന്നു വരും. അത് പാരമ്പര്യ രോഗങ്ങളായിട്ട് മാറും. ഈ പാരമ്പര്യ രോഗങ്ങൾ മാറുന്നുണ്ടെങ്കിൽ തലമുറ വഴി ഒരു കെട്ട് അവരധിവസിക്കുന്ന ഭൂമിയിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ ഭൂമി വിശുദ്ധീകരിക്കേണ്ടതിന് പകരം അശുദ്ധമാക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ വ്യഭിചാരം ചെയ്തു, 1-ാം പ്രമാണ ലംഘനം ചെയ്തു, ഞാനത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ ആ പാപത്തിൽ തന്നെ മരിച്ചു, വിശുദ്ധ കുമ്പസാരം നടത്തിയില്ല, മരണത്തിന് മുമ്പ് പ്രസാദപരത്തിലായില്ല, ഞാൻ ആ പാപത്തിൽ മരിച്ചാൽ സ്വാഭാവികമായിട്ട് ഈ എന്നിൽ നിന്ന് ഈ അധികാരം, സാത്താന് ഞാൻ കൊടുത്ത അധികാരം എൻ്റെ മക്കളിലേക്ക് ഞാൻ കൈമാറ്റം ചെയ്യുകയാണ്. പിന്നെ ഭരണ ചുമതല അവർക്ക് കൊടുക്കുക, അവരിലേക്ക് സാത്താൻ ഏറ്റെടുക്കുക. അപ്പോൾ ഞാൻ ഈ പാപം ചെയ്തത് മൂലം എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം രോഗാവസ്ഥയുണ്ടോ, എൻ്റെ മക്കൾ സ്പിരിച്വലി മെച്യൂർഡ് ആകുമ്പോൾ അവരിലേക്കും ഈ സാത്താൻ കടന്നു വരും. സ്പിരിച്വലി മെച്യൂർഡ് ആകുമ്പോൾ, ഫിസിക്കലി അല്ല, സ്പിരിച്വലി എൻ്റെ മക്കൾ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ, എപ്പോഴവർ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ, ആദ്യ കുർബാന സ്വീകരണം, അതല്ലെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകം അവർ സ്വീകരിക്കുന്നുണ്ടോ, ആ സമയത്തെ ഈ സ്പിരിറ്റ് അവരെ അറ്റാക്ക് ചെയ്യുള്ളൂ. പാരമ്പര്യ രോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, അത് ശരീരം സ്വീകരിക്കുന്നത് ഒരിക്കലും ജനിച്ച കുഞ്ഞിലേക്കല്ല അത് കടന്നു വരുന്നത്. അത് ശരീരം പുറപ്പെടുവിക്കുന്നത് ജനിച്ച ഉടനെ അല്ല, മറിച്ച് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഇത് ശരീരം പുറപ്പെടുവിച്ച് തുടങ്ങുന്നത്. കാരണം എന്താ? സ്പിരിച്വലി ഞാൻ മെച്യൂർഡ് ആയി കഴിയുമ്പോൾ, സ്പിരിച്വലി ഞാൻ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴേ ഈ സാത്താൻ എന്നെ ആക്രമിക്കാനായിട്ട് അവൻ്റെ ആയുധങ്ങളും കൊണ്ടുവരികയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ രോഗത്തിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ജീവിതം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. എൻ്റെ ശരീരം, എൻ്റെ ആത്മാവിനെ ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. പിന്നെ എൻ്റെ പ്രാർത്ഥനകളെല്ലാം, എന്ത് പ്രാർത്ഥിച്ചാലും ഈ ഒരു ഇൻറ്റൻഷൻ കടന്നു വരുമ്പോൾ ദൈവത്തിന് കിട്ടേണ്ട ആരാധനകളും മുഴുവൻ ഈ ഇൻറ്റൻഷൻ കൊണ്ടുപോകും. നേരെ മറിച്ച് ഞാനവിടെ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ അവിടെ ഈ രോഗത്തിൻ്റെ ആധിപത്യം എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ നടന്നേനെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന നിൻ്റെ ശരീരത്തിനു മേൽ സാത്താൻ അധിവസിക്കുന്നതിൽ നീ ആരെയും കുറ്റം വിധിക്കേണ്ട. ദൈവത്തിന് കിട്ടേണ്ട ആരാധന ദൈവത്തിന് കിട്ടാത്തതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. ഹല്ലേലൂയ. വലതുകരമുയർത്തി അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ഞാനിത് ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഈ തലമുറ വഴി ഈ പാപം, അല്ലെങ്കിൽ ഈ ഒരു ആധിപത്യം, തിന്മയുടെ ആധിപത്യം എന്നിൽ, എൻ്റെ മക്കളിൽ, അവരുടെ മക്കളിൽ നിരന്തരം വരുന്നുണ്ടെങ്കിൽ ഈ തലമുറ അധിവസിക്കുന്ന ഭൂമി, ഈ തലമുറ അധിവസിക്കുന്ന ദേശം, അങ്ങനെ ഒരു 10 തലമുറകൾ, അങ്ങനെ ഒരു 10 കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള തലമുറകളുടെ കെട്ടുണ്ടെങ്കിൽ ആ ദേശം മൊത്തം സാത്താൻ്റെതായിട്ട് മാറ്റപ്പെടും. കാരണം അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആരാധനകൾ ഉയർത്തപ്പെടില്ല സ്വാഭാവികമായിട്ട്. അങ്ങനെ വരുമ്പോൾ അത് സാത്താൻ്റെ ഭൂമിയാണ്. അവിടെ മറ്റൊന്നുമല്ല, സാത്താൻ അധിവസിക്കുന്നത് അവിടെ ഭൂമിയിലേക്ക് ഡയറക്റ്റ് വന്നതല്ല. ഞാനാണ് ആ ഭൂമിയിൽ സാത്താനെ കുടിയിരുത്തിയത്. അപ്പം ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഞാൻ വസിക്കുന്ന ഭൂമി വിശുദ്ധീകരിക്കപ്പെടും. അവിടെ തിന്മ ഞാൻ വസിക്കുന്ന ഭൂമിയെ അറ്റാക്ക് ചെയ്യില്ല, ആക്രമിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആക്രമിക്കില്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തൊടില്ല, തൊടാൻ പാടില്ല. തൊടുന്നുണ്ടെങ്കിൽ നീ ആ കാരണം. ദൈവത്തെ അറിഞ്ഞവനാണ്. ദൈവത്തിൻ്റെ അറിഞ്ഞ വ്യക്തി അധിവസിക്കുന്ന ഭൂമിയെ സാത്താൻ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തെ അറിഞ്ഞവൻ പാപത്തിൽ വീണതുകൊണ്ടാണ്. ജന്മം തൊട്ടേ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സാത്താൻ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അവനെ പ്രതി അവനൊരു ദേശവും നശിപ്പിക്കാനും പോകുന്നില്ല. കാരണം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ സാത്താൻ നോക്കുള്ളൂ. പക്ഷെ ദൈവത്തെ അറിഞ്ഞവൻ പാപത്തിൽ വീണാൽ
ആ ദേശത്തിന് മേൽ സാത്താൻ കടന്നു വരും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെല്ലാ മക്കളും ദൈവത്തെ അറിഞ്ഞവരെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവത്തെ അറിഞ്ഞവരാ. നിങ്ങൾ ബോധപൂർവം ചെയ്യുന്ന പാപത്തിന് നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ സാത്താന് ആധിപത്യം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ബോധപൂർവം ദൈവത്തെ അറിഞ്ഞവൻ ബോധപൂർവം ചെയ്ത പാപം വഴി സാത്താന് നിൻ്റെ ഭൂമിയിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ വ്യക്തിത്വത്തിൽ ആധിപത്യം കൊടുത്തിട്ടുണ്ടോ? നിൻ്റെ ദേശത്തെ നശിപ്പിക്കാൻ അവൻ എളുപ്പമാ. നീ താമസിക്കുന്ന ആലയത്തെ, ഭവനത്തെ നശിപ്പിക്കാൻ അവന് എളുപ്പമാ. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. ദൈവത്തിന് നിന്നെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയ്ക്കെതിരെ പാപം വന്നിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക നിങ്ങൾ, പരിശുദ്ധ കുർബാനയ്ക്കെതിരെ പാപം വന്നിട്ടുണ്ടെങ്കിൽ ആ ദേശം ഇതുപോലെ തന്നെ സാത്താൻ്റെ അധീനതയിലായി കഴിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ കുർബാന ദൈവത്തെ അറിഞ്ഞവരിലൂടെ പരിശുദ്ധ കുർബാന നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദേശവും സാത്താൻ്റെ അധീനതയിലാണ്. എവിടെയെല്ലാം പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുണ്ടോ ആ സ്ഥലത്തെ സംരക്ഷിക്കാൻ കർത്താവിൻ്റെ പ്രത്യേക ഒരു ചൈതൻ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മാലാഖമാർ വരും. കാരണം ഈശോ കീറി മുറിക്കപ്പെട്ട സ്ഥലത്തെ സംരക്ഷിക്കേണ്ടത് സ്വർഗമാണ്. ഈ കീറി മുറിക്കപ്പെട്ട ഈ സ്ഥലം തന്നെ ഞാൻ നിന്ദിക്കുക. ബലിക്കെതിരെ, പരിശുദ്ധ ബലിക്കെതിരെ പുറമേ നിന്നൊരു ശത്രു ആക്രമിച്ചാൽ അത് തെറ്റല്ല. പക്ഷേ അകമേ നിന്ന് തന്നെ ഒരു ശത്രുവും ഈ ബലിക്കെതിരെ തിരിഞ്ഞ് ആ ബലിയെ നിന്ദിച്ച് ആ ബലി അർപ്പിക്കപ്പെടുന്ന ദേശത്തെ അശുദ്ധമാക്കിയിട്ടുണ്ടോ ആ ഭൂമി സാത്താനുള്ളതാ, നശിപ്പിക്കപ്പെടും. അവിടെയെല്ലാം നമ്മൾ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെടേണ്ടത് ഒഴുകപ്പെട്ടേ പറ്റൂ. ഒഴുകപ്പെടേണ്ടത് ഒഴുകപ്പെട്ടേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇവിടെ ഇപ്പോൾ ഒരു സാത്താൻ്റെ ആധിപത്യം നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കഴിഞ്ഞ് നിങ്ങൾക്ക് പുറകിൽ ഈ സാത്താൻ്റെ ഒരു ആധിപത്യം അവിടെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് പുറപ്പെട്ട് അതിനെ കാണാൻ പോകുമ്പോൾ ഈ വഴി മൊത്തം നശിപ്പിച്ചിട്ടേ പോകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ തൊടാതെ ചാടി പോകാൻ പറ്റില്ല. അപ്പം സാത്താൻ ആദ്യം നമ്മളെ വളഞ്ഞ് വിടും. സാത്താൻ്റെ കെണി ഒരുക്കുന്നത് അവൻ ആദ്യം എൻ്റെ മുന്നിലല്ല അവൻ കെണി ഒരുക്കുന്നത്. അവൻ എൻ്റെ പിന്നിലൂടെ കടന്ന് ഒരു സർക്കിളിനകത്ത് എന്നെ പെടുത്തി കഴിഞ്ഞിട്ടേ എനിക്കതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ പിന്നിലൂടെ വന്ന് ഒരു സർക്കിളിനകത്ത് പെടുത്തി കഴിഞ്ഞിട്ട് അതിനകത്തിട്ട് അവൻ എന്നെ ആക്രമിക്കും. പിന്നെ ഒരു തരത്തിലും ഈ പറയുന്ന വ്യക്തിക്ക് ആ സർക്കിൾ ഭേദിച്ച് പുറത്തു വരാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കും പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച എല്ലാം ഓക്കെ ആയെന്ന്. അല്ല. ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നീ പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലം ഓക്കെയാ, ഒരു കുഴപ്പമില്ല, സേഫാ, സെക്യൂർഡാ. ഒന്നുമല്ല. നീ ചെയ്യുന്ന ഓരോ പാപം മൂലം സാത്താൻ നിനക്ക് ചുറ്റും ഒരു കിണർ പോലെ ഓരോ കല്ല് വെച്ച് കെട്ടി 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 ഒരു സർക്കിളിനകത്ത് നിന്നെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നീ അറിയുന്നില്ല. നീ നോക്കുമ്പോൾ നീ സേഫാ, ഞാൻ സേഫാ, എനിക്ക് കുഴപ്പമില്ല. ചുറ്റുപാട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഈ ചുറ്റുപാട് നടക്കുന്നത് എന്താ? എന്നെ ചുറ്റി സാത്താൻ കെട്ടുന്ന കെട്ടാ. അവിടെ ഇവിടേക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ എന്തോ പ്രശ്നം വന്നപ്പോൾ ഞാനതിനെ നടുക്കുക, ഞാനതറിയുന്നില്ല. അതിനകത്തിട്ട് അവൻ എന്നെ തല്ലുക, അതിനകത്തിട്ട് അവൻ എന്നെ ഉപദ്രവിക്കുക, അതിനകത്തിട്ട് അവൻ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ ഈ സർക്കിള് ഭേദിച്ച് ഞാൻ എങ്ങോട്ട് ഓടും? പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദേശത്തിനു മേൽ സാത്താൻ്റെ ആധിപത്യം കടന്നു വരാതിരിക്കണമോ? നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങൾ പ്രവചനമാണ്, നടന്നേ പറ്റുള്ളൂ. പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകണം. പക്ഷെ അതിൻ്റെ കാഠിന്യം കുറക്കാൻ പറ്റും നമുക്ക്. അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ സേഫ് സോണാ എന്ന് പറഞ്ഞിരിക്കരുത്. അല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ സേഫ് അല്ല, നമ്മളാരും സേഫ് അല്ല. നമ്മളിരിക്കുന്ന ഇടം,
സേഫല്ല. നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ അറിയണില്ല. വേൾഡ് വൈഡ് നടക്കുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വേൾഡ് വൈഡ് നടക്കുന്ന യുദ്ധത്തിൻ്റെ സന്നാഹങ്ങൾ, പല രാജ്യങ്ങൾക്കെതിരെ നടത്തുന്ന യുദ്ധസന്നാഹങ്ങൾ നിങ്ങളൊന്ന് എടുക്കുക. അതവിടെയല്ലേ എന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കല്ലേ. അവിടെ നിന്ന് പുറപ്പെട്ടാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും യുദ്ധത്തെപ്പറ്റി ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നീ മുട്ടുകുത്താൻ സമയമായി, കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയമടുത്തു എന്നുള്ളത് നീ ചിന്തിക്കുക. മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഇതുവരെ ആ ദേശം അനുഭവിക്കാത്ത തരത്തിലുള്ള വെള്ളപ്പൊക്കങ്ങൾ ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുക, മുട്ടുകുത്തേണ്ട സമയമായി. അപ്പോഴും നമ്മൾ നമ്മുടെ നിയോഗങ്ങളും വെച്ചുകൊണ്ടിരിക്കരുത്. മുട്ടുകുത്തണം, ദൈവത്തിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തേണ്ട സമയമായി എന്ന് ദൈവം തരുന്ന ചില സൂചനകളാണതല്ല. നമ്മൾ മുട്ടുകുത്തിയില്ലെങ്കിൽ നമ്മുടെ ദേശം ബാക്കി ഉണ്ടാവില്ല, നമ്മൾ അധിവസിക്കുന്ന സ്ഥലം ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഓടണം. നിങ്ങൾ ഓടാവുന്നതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ ഓടണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിയോഗങ്ങളെ സാധിച്ചെടുക്കാനല്ല, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുട്ടുകുത്താനായിട്ട് തയ്യാറായിക്കൊണ്ട് നിങ്ങൾ ഓടേണ്ട ദിവസങ്ങളായതെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു, ആഹാരം ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഉദര പൂരണത്തിന് വേണ്ടിയിട്ടാണ്. ഉദരം നിറയാൻ വേണ്ടി ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ വയറ് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ശരീരത്തിന് 3 നേരവും കിട്ടേണ്ട സ്പിരിച്വലി അല്ല ഫിസിക്കലി അല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ദൈവമായ കർത്താവ് പറയുന്നു, കർത്താവ് ഇതിനെ രണ്ടിനെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ആഹാരത്തെയും ഉദരത്തെയും നശിപ്പിക്കുമെന്ന് പറയണമെങ്കിൽ ആഹാരം ഭൂമിയിൽ നിന്ന് ഉദരത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ദേശത്തെ നശിപ്പിച്ചാൽ നിൻ്റെ ഉദരം പിന്നെ എന്തിനു കൊള്ളാം? അതുകൊണ്ട് ഉപവസിക്കുന്ന ഉദരത്തെയാണ് ദൈവത്തിന് ആവശ്യം. ഉണ്ട് നിറഞ്ഞ ഉദരത്തെയല്ല ദൈവത്തിന് ആവശ്യം. ഉപവസിക്കുന്ന ഉദരത്തെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് നീ എന്തൊഴിവാക്കുന്നുവോ അത് ദേശത്ത് സംരക്ഷിക്കപ്പെടും. നീ എന്ത് വേണ്ടാന്ന് പറയുന്നുവോ അത് ദേശത്ത് സംരക്ഷിക്കപ്പെടും. നീ ഉപവസിക്കുമ്പോൾ അനേക ദേശങ്ങൾക്ക് അനേക വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ എന്തിനെ വേണ്ട എന്ന് വയ്ക്കുന്നുവോ കർത്താവ് അതിലൂടെ നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നീ എന്തിനോടാണോ നീ നോ പറയുന്നത് അതിലൂടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അതിലൂടെ മാത്രം. ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നു, ഉദരത്തിന് വേണ്ടി വയറ് അധ്വാനിക്കുന്നു. ഉദരത്തിന് വേണ്ടി വയറ് അധ്വാനിക്കുന്നുണ്ട്, വിശന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അധരം ഉപയോഗിക്കുന്നത് ഉദരത്തെ നിറയ്ക്കാൻ വേണ്ടി മാത്രമാകരുത്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അധരത്തെ ഉപയോഗിക്കണം. ഉദരത്തെ നിറയ്ക്കാനായിട്ടുള്ള എൻട്രി ആയിട്ട് അധരത്തെ നിങ്ങൾ കാണരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിലേക്കുള്ള ആരാധനകൾ പുറപ്പെടാനായിട്ടുള്ള കവാടമായിട്ട് അതിനെ കാണണം. ഉദരം നിറയാൻ അധരം ഒരിക്കലും തുറന്നു പിടിച്ചുകൊണ്ടിരിക്കരുത്. ഉദരപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അധരത്തെ നിങ്ങൾ ഉപയോഗിക്കരുത്. മറിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിൻ്റെ അധരത്തെ നീ ഉപയോഗിച്ചാൽ നിൻ്റെ ഉദരം എപ്പോഴും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യത്തുള്ളൂ. പ്രിയമുള്ള ദൈവജനമേ, കർത്താവിൻ്റെ ശക്തി നമ്മൾ അധിവസിക്കുന്ന ദേശത്തേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ ശക്തി നമ്മൾ അധിവസിക്കുന്ന ദേശത്ത് കടന്നു വരണമെങ്കിൽ ചിലതിനെയെല്ലാം നമ്മൾ ത്യജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കണം. അതിനുവേണ്ടി കർത്താവിൻ്റെ കൃപ നമ്മളായിരിക്കുന്ന ദേശത്തല്ല, ഞാനായിരിക്കുന്ന എന്നിൽ ഒഴുകിയാൽ ഞാനായിരിക്കുന്ന ദേശം എന്നിലൂടെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് സാധിക്കും. എൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തി എന്നിൽ നിറഞ്ഞാൽ എന്നിലൂടെ ഞാൻ അധിവസിക്കുന്ന ദേശത്തെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്ന് വെളുപ്പിനെത്തിയ ഡൽഹിയിലായിരുന്നു. ഇന്ന് വെളുപ്പിനെത്തിയതേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല. അപ്പോൾ
ഇന്നലെയും 2 ദിവസമൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ചർച്ചിൽ പോയിരുന്നു. അവിടെ യേശുവിനെ എക്സ്പോസ് ചെയ്ത് ദിവ്യാരണ്യം എഴുന്നള്ളിച്ച് വെച്ചിരുന്നു. അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനോട് ചേർന്ന്, ആ ചർച്ചിനോട് ചേർന്നൊരു സ്കൂളാണ്. ഒത്തിരി മക്കൾ, അതിൽ ക്രിസ്ത്യൻസ് വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം വിജാതിയായിട്ടുള്ള മക്കളാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഏറ്റവും പുറകിലെ ബെഞ്ചിൽ ഞാൻ മുട്ടുകുത്തി ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി മക്കൾ, ഒത്തിരി വിജാതിയരായിട്ടുള്ള മക്കൾ, അവരുടെ നെറ്റിയിലുള്ള കുറിയും സംഭവമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യൻസ് അല്ല. പക്ഷേ ഇവർ ആ ദേവാലയത്തിന് മുന്നിൽ ഈശോ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതിനെ ക്രോസ് ചെയ്യുമ്പോഴെല്ലാം ദൈവത്തെ വണങ്ങി ആരാധിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്നത് കുഞ്ഞു മക്കളാണ്. ദൈവത്തെ വണങ്ങി ആരാധിച്ചിട്ടാണ് അവരപ്പുറത്തേക്ക് പോകുന്നത്. വീണ്ടും ദൈവത്തെ വണങ്ങുന്നുണ്ട്, വീണ്ടും അപ്പുറത്തേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് ദൈവത്തെ ആരാധിച്ച് അവർ വണങ്ങി പോകുന്നത് ഈശോ കാണിച്ചു തരാം. അപ്പോൾ ഞാനിങ്ങനെ ഈ മക്കൾ വണങ്ങുന്നത് ഈശോയെ നിന്നെ അറിഞ്ഞിട്ടാണോ, എന്താ നിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടാണോ ഇവർ നിന്നെ വണങ്ങുന്നത്, എന്ത് മനോഭാവത്തോടുകൂടി അവർ നിന്നെ വണങ്ങുന്നത്? അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുകയും മക്കൾ വണങ്ങുന്നതിനെ സ്പിരിച്വലി ഞാനിങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷൻ ഈശോ തരികയാണ്. ഈ ഈശോ ഇവിടെ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈശോ ഇവിടെ നിൽക്കുക, ഈശോനെ ദിവ്യാരണ്യവനെ എഴുന്നള്ളി ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ കാണുന്നത് ഈ ദേവാലയത്തിന് മുഴുവൻ മാലാഖമാരുടെ സാന്നിധ്യമാണ്. ഒരു വെള്ള പരവതാനി ഇതിന് നേരെ ഇങ്ങനെ വിരിച്ചിരിക്കുക. കാണുന്ന വിഷനിലാണ് കേട്ടോ, പള്ളിക്കകത്തല്ല. അത് ഇവിടെ ഇങ്ങനെ ഒത്തിരി ചെയർസ് ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ ഒരു വെളുത്ത പരവതാനി ഇതിന് മുന്നിലൂടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അതിങ്ങനെ തിളങ്ങുക. മഞ്ഞ കൊണ്ട് ഒരു പരവതാനി വിരിച്ച് അങ്ങനെ ഇരിക്കുക. അതുപോലെ ഇങ്ങനെ കാണുക. ഇതിന് ചുറ്റും മാലാഖമാർ നിന്ന് എന്താ പറയുക, കുഴൽ പോലത്തെ ഒരു സംഭവം, പിന്നെ ഈ ധൂപക്കുറ്റി പോലെ ഒന്ന് ഇങ്ങനെ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ച് കൊണ്ടിരിക്കുന്നത് കാണുക. സകല വിശുദ്ധർ ആരാധിക്കുന്നുണ്ട്, മാലാഖമാർ ഇങ്ങനെ വന്നു പോകുന്നത് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഈ മക്കൾ ഇതിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഈ വെളുത്ത പരവതാനി ആ ഒരു സെൻറ്ററിലെത്തുന്ന സമയത്ത് ഇവരിങ്ങനെ ആരാധിക്കുന്ന സമയത്ത് പിന്നെ കാണുകയാണ് ഇവർ മുഴുവൻ മാലാഖയുടെ ഒരു വേഷത്തിലേക്ക് മക്കൾ മാറുന്നത്. ആ ഒരൊറ്റ സെക്കൻഡിലേക്ക് വീണ്ടും ക്രോസ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള മാനുഷികതയിലേക്ക് പോകുന്നതായിട്ട് ഈശോ കാണിച്ചു തരിക. നല്ല വിഷനാണ്. കുറേ നേരം ഇതിങ്ങനെ കണ്ട് ലയിച്ച് അവിടെ ഇരിക്കുക. അതിൽ ആ ഒരു അനുഭൂതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ പറയാണ്, എൻ്റെ മക്കൾ ഞാൻ എഴുന്നള്ളി ഇരിക്കുന്ന സമയത്ത് എന്നെ ആരാധിക്കാനായിട്ട് കടന്നു വന്നാൽ അവർ ഈ ഒരു അവസ്ഥയിലേക്കല്ലേ ഞാൻ അവരെ ആക്കി തീർക്കുന്നതെന്ന്. അതായത് യേശുവിനെ, ദിവ്യകാരുണ്യത്തെ ആരാധിക്കാനായിട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ, അതിന് മുന്നിൽ നിങ്ങൾ വണങ്ങുമ്പോൾ ഇങ്ങനെ ആകുന്നെങ്കിൽ, ആ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതിന് മുന്നിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ഒരു സ്വർഗീയ, ആ ഒരു സ്പിരിച്വൽ ഡ്രസ്സ് നിങ്ങളെ ദൈവം അണിയിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള മുഹൂർത്തമാണ് ദിവ്യകാരുണ്യ ആരാധന എന്നുള്ളത്. ഇന്നലെ കിട്ടിയതാ. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനൊരു വിഷൻ കുറേ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് കിട്ടിയതാണ്. അതിനുശേഷം കണ്ണ് തുറക്കുമ്പോൾ ഇതൊന്നുമില്ല. സാധാരണ കുറേ പേരവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് കൊന്ത ചെല്ലുന്നുണ്ടെന്നല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ആത്മാവിൻ്റെ അകക്കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചെന്ന വിഷനാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചാൽ, ബലിപീഠത്തെ മറിച്ചിട്ടാൽ, ബലിപീഠം നിന്ദിക്കപ്പെട്ടാൽ അവിടെ ദൈവം ദുഃഖിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തേത്, അവിടെ സാത്താൻ്റെ ആധിപത്യം കടന്നു വന്നിട്ടില്ലേ. ബലിക്കെതിരെ ഞാനും നിങ്ങളും തിരിഞ്ഞു നിന്ന് അത് വേണ്ട, ഇത് മതി എന്നുള്ള രീതിയിൽ ബലിക്കെതിരെ നമ്മൾ കൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്തെ എങ്ങനെ ഈശോയ്ക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? ആലോചിക്കുക നിങ്ങൾ. ബലിക്കെതിരെ ഒരു ദേശം കർത്താവിൻ്റെ മുൻപിൽ കൊടി പിടിച്ച് നിൽക്കുക, ഇങ്ങനെ തന്നെ വേണം, ഇതേ നടക്കാൻ പാടുള്ളൂ. ഈ കൊടി പിടിച്ച് നിൽക്കുന്നത് ദൈവത്തെ അറിയാത്ത നിരീശ്വരവാദികളല്ല, കർത്താവിനെ അറിഞ്ഞവരും ഈ ബലിയിൽ നിന്ന് ഈശോയെ സ്വീകരിച്ചവരുമാണ് ബലിക്കെതിരെ കൊടിയും പിടിച്ച് നിൽക്കുക. അപ്പം കീറി മുറിയപ്പെടുന്ന ക്രിസ്തുവിനെ വീണ്ടും ഞാനൊരു വലിയൊരു വെട്ടുകത്തി കൊണ്ടുവന്ന് വീണ്ടും വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുക. ആസ്വദിക്കുക. നമ്മളതിൽ ആസ്വദിച്ച് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞില്ല, നമുക്ക് ചുറ്റും സാത്താനൊരു വലയം തീർത്ത് ആ കെണിക്കകത്ത് നമ്മളെ നിർത്തിയതാണെന്ന് ഈ കൊടി പിടിച്ചവരാരും അറിഞ്ഞില്ല. അതിനെ സപ്പോർട്ട് ചെയ്ത കുടുംബങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല. സാത്താനൊരു കെണി തീർത്തിട്ട് അതിനകത്ത് നമ്മളെ നിർത്തിയിരിക്കുക. ഇനി അവൻ വരുന്നുണ്ട് കീഴടക്കാൻ.
ആ കെട്ടഴിയാൻ വേണ്ടിയിട്ടാണ് ഈ ധ്യാനത്തിന് ഞാൻ ഒത്തിരി പബ്ലിസിറ്റി കൊടുത്തു. എന്നിട്ടും എണ്ണം 200 തികഞ്ഞില്ല. ആലോചിച്ച് നോക്കിയേ, ആ കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ധ്യാനമായിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, കരുണയ്ക്ക് വേണ്ടി ദൈവം തന്നൊരു ധ്യാനമാണത് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ എന്നിട്ടും സ്വീകരിച്ചില്ല, ഈശോയെ സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? ഇപ്പോഴും ഞാനിവിടെ കുറച്ച് പേരോട് പറഞ്ഞു, ഞാനിന്ന് ആരെയും കാണില്ല, കരുണയ്ക്ക് വേണ്ടിയിട്ടേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സങ്കടമാണ്. കാരണം എന്താ? എനിക്ക് നിയോഗങ്ങൾ പറയാനുണ്ട്. ബ്രദറിനെ കാണാൻ വേണ്ടി ധ്യാനം കൂടാൻ വന്നവരാ കൂടുതലും. എന്നെ കണ്ട് നിങ്ങൾ കാര്യം സാധിച്ചു പോയാലും തിരിച്ചു ചെല്ലുമ്പോൾ വീടുണ്ടാവണ്ടേ പ്രിയപ്പെട്ടവരെ? തിരിച്ച് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടുണ്ടാവണ്ടേ അവിടെ? പലതും തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ ദേശം ഉണ്ടാവണ്ടേ അവിടെ? നിങ്ങളുടെ വാഹനങ്ങളും വസ്തുവകകളും അവിടെ തന്നെ ഉണ്ടാവണ്ടേ? അപ്പോൾ നിയോഗവും കൊണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് കുറേ കുലുക്കി കിട്ടുന്ന കാശും കൊണ്ട് ചെന്നാൽ ഇടാനായിട്ടൊരു കുടുക്ക വേണ്ട വീട്ടിൽ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളതിൻ്റെ സീരിയസ്നെസ്സിൽ എടുക്കുക. കുറേ പേര് നല്ല ഉറക്കമാണ്, ഉറങ്ങിക്കോട്ടെ. സീരിയസ്നെസ്സിലെടുക്കുക നിങ്ങളതിൻ്റെ. ഇതുപോലെ ഇത്രയും നാൾ പ്രസംഗിച്ച ക്ലാസ്സുകളും ധ്യാനങ്ങളും അല്ല. എനിക്കിതല്ലെങ്കിൽ അടുത്ത സ്ഥലം ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ഭവനം അവിടെ ഉണ്ടാവണം. വീണ്ടും പറയാ, നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ഭവനം അവിടെ ഉണ്ടാവണം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടതും നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ആകല്ലേ, സകല മക്കൾക്കും വേണ്ടി, ദേശത്തിന് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദേശത്തിന് വേണ്ടി നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണ സകല വിജാതീയ മക്കളുടെ മേലും കർത്താവിനെ അറിഞ്ഞ ക്രിസ്ത്യാനികളുടെ മേലും ഒഴുകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കരുത്. മറിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി ദേശത്തിന് വേണ്ടി എന്നൊരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പോകണം. എനിക്കെൻ്റെ ദേശത്തിന് വേണ്ടി മുട്ടുകുത്താൻ പറ്റി, ദൈവത്തെ ആരാധിക്കാൻ പറ്റി, എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ ദേശത്തുള്ളൊരു 10 പേരെയെങ്കിലും കർത്താവ് വെറുതെ വിട്ടു എന്നൊരു ആത്മവിശ്വാസത്തിൽ പോകാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെ മുൻപിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര കോടി നേടിയാലും, നിങ്ങൾ എത്ര വീട് വെച്ചാലും, നിങ്ങൾ ഏത് ഡിഗ്രി സമ്പാദിച്ചാലും ഉപകരിക്കില്ല. ജീവനുണ്ടെങ്കിലല്ലേ ഇതെല്ലാം ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു ധ്യാനത്തിന് നിങ്ങൾ മുട്ടുകുത്തേണ്ടതും നിങ്ങൾ ചോദിക്കേണ്ടതും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണേ. ഈ ഒരു ധ്യാനത്തിന് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി മുട്ടുകുത്തുക. ഈ ഒരു ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റൻഷൻ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ബലിപീഠം നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബലി നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബലിക്ക് വേണ്ടിയിട്ടാണ് ഈശോ സഹിച്ചതെല്ലാം, ബലിയാകാനായിട്ടാണ്. അപ്പോൾ ആ ബലിയെ നിന്ദിക്കുന്ന തരത്തിൽ ഏതെല്ലാം ദേശത്ത് ബലി നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ ആ ദേശങ്ങളെ, ആ രൂപതകളെ, ആ ദേവാലയങ്ങളെ, ആ വ്യക്തികളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാത്താനെ ഓടി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവന് അവസരം ഒരുക്കി കൊടുത്താലേ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഒരുക്കി കൊടുത്ത അവസരമാണ് ബലിപീഠത്തെ നിന്ദിച്ചത്. അങ്ങനെ നമ്മൾ ഒരുക്കി കൊടുത്ത അവസരമാണ് നമ്മൾ ജഡിക പാപങ്ങൾ ചെയ്തത്, നമ്മൾ 10 കൽപ്പനകൾ ലംഘിച്ചത്. അതിൽ ഏറ്റവും മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്നത് ബലി തന്നെയാണ്. കാരണം ഒരു ബലി ഒരു സ്ഥലത്ത് അർപ്പിക്കപ്പെടുമ്പോൾ ആ ദേശം മൊത്തം സംരക്ഷിക്കാൻ ഈ ഒരു ബലി മതി. ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഈ ഒരു ബലി മതി ഈ ഒരു ദേശത്തെ സംരക്ഷിക്കാൻ കർത്താവിന്. ആ ബലിയെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിൻ്റെ സംരക്ഷണം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ ദേശത്ത് സാത്താൻ്റെ ആധിപത്യത്തിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി കൊടുത്തിരിക്കുക. അപ്പോൾ ആ ഒരുക്കി കൊടുത്ത സാഹചര്യത്തെ ഞാൻ എൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെട്ടാൽ ആ ദേശം വിശുദ്ധീകരിക്കപ്പെടും. ഇത് ബലിയുടെ ദേശത്തിൻ്റെ കാരണം. രണ്ടാമത്തേത്, ഞാൻ പാപം ചെയ്തു, എൻ്റെ കുടുംബത്തിൽ സാത്താൻ അധിവസിക്കാൻ ഞാൻ ഒരു ഇരിപ്പിടം അവന് കൊടുത്തു. ഞാൻ പാപം ചെയ്തു, ഞാൻ വീണ്ടും പാപം ചെയ്തു, ഞാൻ ബോധപൂർവം ചെയ്ത പാപം ആണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, ഇനിയും ചെയ്യാൻ പ്ലാൻ ചെയ്യുക. ആ പാപം മൂലം എൻ്റെ ഭവനം എന്ന് പറയുന്ന അവസ്ഥ മാറി സാത്താൻ്റെ ഇരിപ്പിടമായിട്ട് എൻ്റെ ഭവനത്തെ ഞാൻ മാറ്റി. സാത്താൻ അധിവസിക്കാൻ എൻ്റെ ഭവനത്തെ ഞാൻ ഒരുക്കി. നീ ഇവിടെ ഇരുന്നോ, ഒപ്പം ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ നിന്നുണ്ട്, ഞാൻ ബലിയർപ്പിക്കാൻ പോകുന്നുണ്ട്, ഞാൻ എൻ്റെ ജോലി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഈ പാപം മൂലം എൻ്റെ ഭവനത്തിൽ സാത്താന് ഞാൻ വലിയൊരു ഇടം കൊടുത്തു വെച്ചിരിക്കുക.
അപ്പോൾ എൻ്റെ ഭവനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരെ നിങ്ങൾ ശാസിക്കേണ്ട. ഞാൻ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്ന സാത്താനെ വെറുത്തുപേക്ഷിച്ചാൽ മതി. എൻ്റെ കുടുംബം ഞാൻ മൂലം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എൻ്റെ കുടുംബത്തിന് ചുറ്റും, ദൈവഭക്തർക്ക് ചുറ്റും കർത്താവിൻ്റെ ദൂതൻ കടന്നു വരികയുള്ളൂ. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കലാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കലല്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കലാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കലല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗങ്ങൾ വരുന്നില്ലെങ്കിൽ പ്രാർത്ഥന നല്ലതാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അതിൽ ദൈവാത്മാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഈശോവചനത്തിൽ പറയുന്നു, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ശരീരം കർത്താവിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഉപവസിക്കുമ്പോൾ നീ ശരീരം കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. ഉറക്കം നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ശരീരം കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. അവിടെ എല്ലാം ഈ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് നടക്കുന്നത്. ആ ശരീരം കർത്താവിന് കൊടുത്താൽ ഈ ശരീരം ഇരിക്കുന്ന സ്ഥലത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തെ കൂടെയാണ് കർത്താവിന് നീ സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ശരീരം ഭക്ഷണത്തിന് കൊടുക്കാൻ എനിക്ക് പറ്റും, എൻ്റെ ശരീരം ജോലിക്ക് വേണ്ടി കൊടുക്കാൻ എനിക്ക് പറ്റും, എൻ്റെ ശരീരം മറ്റ് ഉറക്കത്തിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് പറ്റും, എൻ്റെ ശരീരം ലോക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. ഇതേ ശരീരം തന്നെ കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാൽ ദൈവത്തിന് കൊടുക്കുക. അധരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവത്തിന് കൊടുക്കുക. ഞാൻ ഉപവസിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുക. ഞാനൊന്ന് ഉറക്കം നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ ദൈവത്തിന് കൊടുക്കുക. ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ, ആ സമയത്തെല്ലാം എൻ്റെ ശരീരത്തെ ഭരിക്കുന്ന രോഗാണുക്കൾ, സാത്താൻ്റെ ശക്തികൾ എൻ്റെ ശരീരത്തെ വിട്ടുമാറും. അതല്ല എങ്കിലാണ് എൻ്റെ ശരീരത്തിൻ്റെ മേൽ രോഗാണുക്കളുടെ എണ്ണം പെരുകുന്നത്. എൻ്റെ തലമുറ വഴിയുള്ള കെട്ടഴിക്കാനും എൻ്റെ ശരീരം ഞാൻ ദൈവത്തെ വിട്ടുകൊടുത്താൽ മതി. എൻ്റെ തലമുറ, എൻ്റെ അപ്പന് ക്യാൻസർ വന്നാൽ മരിച്ചത്, ഞാൻ ക്യാൻസർ വന്ന് മരിക്കണം. എൻ്റെ അപ്പൻ അറ്റാക്ക് വന്നാൽ മരിച്ചത്, ഞാൻ അറ്റാക്ക് വന്ന് മരിക്കണം. ഇത് ശാപമായിട്ട് സാത്താൻ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലമുറയുടെ കെട്ടഴിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചാൽ മതി. ഇവിടെ പറയുന്ന വാക്യം നിറവേറ്റിയാൽ മതി. ശരീരം ദൈവത്തിനും ദൈവം ശരീരത്തിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശരീരത്തെ നിന്ദിക്കുന്നവൻ നിന്ദിക്കുന്നവളും ഈ പറയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നെ നമ്മൾ നിന്ദിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ ഞാൻ പച്ച കുത്തുമ്പോൾ, എൻ്റെ ശരീരം സാത്താനെ ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ, എൻ്റെ ശരീരത്തിൽ പുരുഷന്മാർ കാതുകുത്തലുണ്ട്. ഇപ്പോൾ പുരുഷന്മാർ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ പിൻ ചെയ്ത് വെക്കുന്ന ഒരു ശീലമുണ്ട്. സ്ത്രീകളിൽ തന്നെ ഒത്തിരി, അത് പറയുന്നില്ല, അങ്ങനെയൊക്കെ ഒത്തിരി മേഖലകളുണ്ട്. ഇതിങ്ങനെയെല്ലാം എൻ്റെ ശരീരത്തെ ഞാൻ സാത്താന് വിട്ടുകൊടുക്കുക. ഏറ്റവും പ്രധാനമായിട്ട് അതിൽ പച്ചകുത്തൽ. ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് പോലും പ്രാർത്ഥിക്കരുത് നിശ്ചയം പറയും. ആ വ്യക്തിയെ തുടരുതെന്ന് നിശ്ചയം പറയും. പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് തൊടാൻ പോലും പാടില്ല, സ്വർഗം പോലും കിട്ടത്തില്ല. അത്തരത്തിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ സാത്താൻ്റെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ ആ കുടുംബം, ആ വ്യക്തി അധിവസിക്കുന്ന ഭൂമി, ആ ചുറ്റുപാട് മുഴുവൻ സാത്താൻ ഏറ്റെടുക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു 10 പേര് ഒരു ലോക്കൽ അവസ്ഥയിലുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ, ആ ഒരു ദേശം മുഴുവൻ സാത്താൻ്റെതായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്നിൽ പരിശുദ്ധാത്മാവ് നിറയും. എന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഞാൻ ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയും. ഞാൻ ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് കൂടെയുള്ളവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലെ ഡൽഹിയിൽ എന്നോട് കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛന് ഒത്തിരി 30 വയസ്സ് വരെ അച്ഛൻ ദുബായിൽ ഒരു ജോലിയിലായിരുന്നു. നല്ല സാലറിയോടുകൂടെയുള്ള ജോലിയാണ്. വിഷയം തിരിച്ചറിഞ്ഞു, ജോലി ഉപേക്ഷിച്ച് ദൈവഹിതമാണോ എന്നറിയാൻ വീണ്ടും അച്ഛൻ കാത്തിരുന്ന് ദൈവഹിതമാണെന്ന് അറിഞ്ഞ് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച് അച്ഛനായിട്ട് ഇപ്പോൾ 7 മാസമേ ആയിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ, 7-8 മാസം അച്ഛനായിട്ടുള്ളൂ. കൊച്ചച്ഛനാണ്, പക്ഷേ പ്രായം കൊണ്ട് വലിയ അച്ഛനാണ്. അപ്പോൾ ഈ അച്ഛനായതിന് ശേഷം
അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ തലയിൽ പിതാവ് ഓർഡിനേഷൻ്റെ സമയത്ത് പിതാവ് ശിരസിൽ കൈവച്ചപ്പോൾ അച്ഛൻ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ ലോകം മുഴുവൻ എത്തിക്കണം, എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കണം, എല്ലാവരും പരിശുദ്ധ അമ്മയെ അറിയണം, അതാണ് എൻ്റെ ജീവിത നിയോഗം, പൗരോഹിത്യത്തിൻ്റെ നിയോഗമായിട്ട് ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പിതാവ് തലയിൽ കൈവച്ചപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചൊരുങ്ങി എന്നാണ് പറയുന്നത്. അന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ ഓർഡിനേഷന് തൊട്ട് മുൻപ് വരെ ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത് എൻ്റെ പ്രസൻറ്റേഷന് മുൻപും ഞാൻ പ്രതിഷ്ഠ ചെയ്തിട്ടാണ് കയറിയത്. അതിന് വരെ ഞാൻ സമയം കണ്ടെത്തിയിട്ടാണ് എൻ്റെ ഓർഡിനേഷൻ നടന്നത്. അതിന് ശേഷവും അച്ഛൻ വളരെ ഒരു മാതൃഭക്തൻ. അച്ഛൻ അടുത്ത് വരുമ്പോൾ മാതാവ് ഇങ്ങനെ ഒപ്പം നടക്കുന്നത് കാണാം, അച്ഛൻ്റെ കൂടെ ഒപ്പം ഇങ്ങനെ പോകുന്നുണ്ട്, ഫോളോ ചെയ്ത് അമ്മ ഇങ്ങനെ നടക്കുക, പുത്രൻ്റെ പുറകെ അമ്മ നടക്കുന്നത് പോലെ തന്നെ ഈശോ ഈ പറയുന്ന അച്ഛൻ്റെ പുറകെ അമ്മ ഇങ്ങനെ നടക്കുന്നത് വ്യക്തമായിട്ട് കാണാം. അച്ഛൻ എന്നിട്ട് ജപമാല ആഴത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അച്ഛൻ മാതൃഭക്തിയിൽ അച്ഛനായിരിക്കും. അച്ഛൻ പറയാം, ഞാൻ മാതൃഭക്തി പരിശീലിച്ചതിന് ശേഷം ചില കുടുംബങ്ങൾ വെഞ്ചരിക്കാൻ എന്നെ വിളിക്കും. ഞാൻ ആ വീട് പോയി വെഞ്ചരിച്ച് കഴിയുമ്പോൾ ആ വീട്ടിലുള്ളവർ പിന്നീട് അച്ഛനെ വിളിച്ചിട്ട് പറയുമെന്ന്, അച്ഛൻ വന്ന് വെഞ്ചരിച്ച് പോയതിന് ശേഷം ഇന്ന് വരെ ജപമാല പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല എന്ന് പറയും. പ്രിയപ്പെട്ട ദൈവജനമേ, അഭിഷേകമുള്ളൊരു വ്യക്തി രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ അവസ്ഥകളിലും മാറ്റം വരും. ഈ അച്ഛൻ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ അവരോട് വചനമൊന്നും പ്രസംഗിച്ച് അവിടെ ചെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛനിലുള്ള അഭിഷേകം അച്ഛൻ വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ആ കുടുംബത്തിൽ സ്പ്രെഡായി. ആ കുടുംബം അച്ഛനിലൂടെ ജപമാല ഭക്തിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അച്ഛനിൽ നിന്ന് പുറപ്പെട്ട അമ്മയുടെ അഭിഷേകം എത്രത്തോളം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടാൽ, നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടാൽ, നിങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കാൻ നിങ്ങളിലൂടെ നിൻ്റെ ദൈവമായ കർത്താവിന് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ നീ മാത്രം മതി, അഭിഷേകം ചെയ്യപ്പെട്ടാൽ മതി. നിൻ്റെ കുടുംബത്തിൽ ബാക്കിയുള്ളവർ ചിലപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ല, വിട്ടേക്ക്. നീ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, നിൻ്റെ പ്രസൻസിൽ നിൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. എത്ര മാരകപാപം ചെയ്യുന്നവർ നിൻ്റെ വീട്ടിനകത്തും പുറത്തും ഒക്കെ ഉണ്ടെങ്കിലും നീ അഭിഷേകം ചെയ്യപ്പെട്ടാൽ മതി, നിന്നിലൂടെ നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും അവൻ്റെ ദൂതന്മാർക്കും സാധിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ ശക്തി നമ്മിൽ നിന്ന് പുറപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത നമുക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ ശക്തി എന്നിൽ നിന്ന് അപരനിലേക്ക് പുറപ്പെടണം. ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടണം. ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറത്തേക്ക് വരണം. മറ്റുള്ളവരത് നമ്മുടെ പ്രസൻസിൽ മറ്റുള്ളവർക്കത് തിരിച്ചറിയാൻ പറ്റണം. ഒരു ഫീല് തിരിച്ചറിയാൻ പറ്റണം. എന്തോ എന്നിലേക്ക് വന്നു എന്ന് മറ്റുള്ളവർ നമ്മുടെ പ്രസൻസ് വരുമ്പോൾ തന്നെ മറ്റുള്ളവർ പറയണം, എന്തോ ഒന്ന് വരുന്നു, എന്തോ ഒരു പ്രകാശം വരുന്നു, എന്തോ ഒരു ശക്തി പുറപ്പെടുന്നു എന്ന് പറയാനായിട്ട് പറ്റണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. 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 ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോയി 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്കാണ് പോകേണ്ടത്, വീട്ടിലേക്കല്ല. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക്, ഞാൻ ആ ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് 1 ദിവസം ഗ്യാപ്പ് ഉണ്ട്, പിറ്റേ ദിവസം അടുത്ത സ്ഥലത്തേക്ക് 3 ദിവസം ധ്യാനത്തിന് പോകണം. അപ്പോൾ ഞാൻ ഇവരോട് പറയുകയാണ്, എനിക്ക് അടുത്ത ധ്യാനത്തിന് പോകുകയെന്ന് പറഞ്ഞാൽ വീണ്ടും എന്നെ കാണാൻ വേണ്ടി ഇവിടെ ആൾ വരുന്നത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല. പകരം ഞാനൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് എൻ്റെ ലഗേജ് കൊണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ ഒരു പാർക്ക് കണ്ടിട്ട് ഞാൻ ജപമാലയുമായിട്ട് ആ പാർക്കിൽ വന്നിരുന്നിട്ട് കല്ലിട്ടിരിക്കുക. ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ജപമാലയിലേക്ക് കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിന് കുറച്ചങ്ങോട്ട് മാറി ഒന്ന് 3-4 മീറ്റർ മാറിയിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കാവ്യമായിട്ടിരിക്കണേ. അപ്പോൾ ഞാനിവിടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് 10-20 കൊന്തയൊക്കെ ആയി. 20 ജപമാലയോളം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ അവിടെ ഇരുന്നിട്ട് മനുഷ്യൻ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ അതെല്ലാം പറയും, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു ജ്യോത്സ്യനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് സംഭവങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മുഖത്തേക്കാണ് ഞാൻ നോക്കി, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഞാനത് എന്താണെന്ന് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഞാനവിടെ നിന്ന് ചെയ്തിട്ട്, എന്ത് കാര്യവും ചെയ്ത കാര്യം എന്താണെന്ന് എനിക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്തിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല.
എന്താ സംഭവം, എന്താ കാര്യം, എന്താ ചെയ്യാൻ പറ്റാത്ത? അപ്പം ഞാൻ നിങ്ങളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ. നിങ്ങളെ നോക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊന്നും വേണ്ടി ഞാൻ ചുമല എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ വേറെ ഒന്നുമില്ല ചെയ്തായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുപോയി. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുമ്പോൾ നമുക്ക് മുന്നിൽ സാത്താൻ നിൽക്കാൻ പാടില്ല. ഹല്ലേലൂയ. സാത്താൻ എന്നെ കണ്ട് പേടിക്കണം, ഞാൻ അവനെ കണ്ട് പേടിക്കരുത്. സാത്താൻ്റെ ശക്തികളെ കണ്ട് ഞാൻ പേടിക്കരുത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ദൈവാത്മാവ് കെട്ടുപോകും, തോറ്റുപോകും. ഈശോ, സാത്താൻ്റെ ശക്തികൾ എന്നെ കണ്ട് പേടിക്കണം, അവരെ കണ്ട് ഞാൻ ഭയക്കരുത്. അത് രോഗമാണെങ്കിലും കടബാധ്യതയാണെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ലോകാരൂപികളാണെങ്കിലും ദേശത്തിൻ്റെ അരൂപികളാണെങ്കിലും നീ ഒന്നിനെയും പേടിക്കേണ്ട. മറിച്ച് അവറ്റകള് നിന്നെ കണ്ടു പേടിക്കട്ടെ. നിന്നെ കണ്ടു പേടിക്കണമെങ്കിൽ നിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടണം. നിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടാൻ രക്ഷ നിനക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. ദൈവത്തിൻ്റെ രക്ഷ നിനക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ കുരിശില് നാട്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീ വിശുദ്ധ കുരിശിനാൽ മുദ്ര വയ്ക്കപ്പെട്ട് കഴിഞ്ഞവനാ. രക്ഷകനായ യേശു ക്രിസ്തു വിശുദ്ധ കുരിശില് നാട്ടപ്പെട്ട് കഴിഞ്ഞപ്പോ നിന്റെ ശിരസിന്റെ മേല് വിശുദ്ധ കുരിശ് മുദ്ര വയ്ക്കപ്പെട്ട് കഴിഞ്ഞതാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും വിശുദ്ധ കുരിശിന്റെ രക്ഷയെ ചൊല്ലി നീ സംശയിക്കരുത്. കാരണം നിന്റെ മേൽ വിശുദ്ധ കുരിശിന്റെ മുദ്രയുണ്ട്. ഇനി നിനക്ക് ആവശ്യം സംരക്ഷണം മാത്രമാണ്. ഇനി നിനക്ക് ആവശ്യം രക്ഷയല്ല. കാരണം വിശുദ്ധ കുരിശിന്റെ മുദ്രയാൽ നീ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. വിശുദ്ധ കുരിശിന്റെ മുദ്രയാൽ ഇനി നീ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുദ്ര വയ്ക്കപ്പെട്ട നീ പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ നീ ആയിരിക്കുന്ന ദേശം സംരക്ഷിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. നീ ആയിരിക്കുന്ന ദേശത്തെ സംരക്ഷിക്കാൻ അവന്റെ മാലാഖമാർ നിനക്ക് വേണ്ടി വരും. കാരണം വിശുദ്ധ കുരിശ് നാട്ടപ്പെട്ടിടത്തെല്ലാം ദൈവത്തിന്റെ മാലാഖമാരുണ്ട്. നിന്റെ മേൽ വിശുദ്ധ കുരിശ് മുദ്ര വെച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നീയാകുന്ന കുരിശിന് ചുവട്ടില് പരിശുദ്ധ അമ്മയുണ്ട് എന്നുള്ളത് മറക്കരുത്. നീയാകുന്ന വിശുദ്ധ കുരിശ് നാട്ടപ്പെട്ടത് കാൽവരി മല മുകളിലാണെങ്കിൽ നിന്റെ ജീവിതം കുരിശിന്റെ വഴിയിലായിരിക്കും. ഒരുപക്ഷെ നീ ഇപ്പോൾ നടക്കുന്നത് കുരിശിന്റെ വഴിയിലൂടെ ആയിരിക്കും. ഭയക്കേണ്ട, ശങ്കിക്കേണ്ട, സംശയിക്കേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ കുരിശിന്റെ വഴിയിലൂടെ നിന്നെ നയിക്കുന്നത്. കാരണം വിശുദ്ധ കുരിശിന്റെ മുദ്രണം ചെയ്യപ്പെട്ട വ്യക്തി, വിശുദ്ധ കുരിശിനാൽ സംരക്ഷിക്കപ്പെട്ട വ്യക്തി എന്നേക്കുമായിട്ട് സ്വർഗത്തിന്റെ പ്രോഡക്റ്റാ. നിന്റെ സംരക്ഷണം സ്വർഗം ഏറ്റെടുത്തതാ. നിന്റെ സഹനങ്ങള്, നിന്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങള്, ഏത് രോഗാവസ്ഥകള്, ഏത് സങ്കടങ്ങള്, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, വിശുദ്ധ കുരിശാണതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കുരിശ്, ദൈവം നിന്റെ ജീവിതത്തിൽ നാട്ടിയിരിക്കുന്ന കുരിശ്, ആ കുരിശ് ഒരു കാലിയായ കുരിശല്ല. ആ കുരിശില് രക്ഷകനായ ദൈവം തൂങ്ങിക്കിടക്കുന്നുണ്ട് 3 ആണികളിൽ മേൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കുരിശുണ്ടോ നിന്നിൽ അഭിഷേകമുണ്ട്. കുരിശുണ്ടോ നിന്റെ ജീവിതത്തിൽ രക്ഷയുണ്ട്. കുരിശുണ്ടോ നിന്റെ ജീവിതത്തിൽ സംരക്ഷണമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ വിശുദ്ധ കുരിശ് നിന്റെ നെറ്റിയിൽ നീ വരച്ച് പുറത്തിറങ്ങുമ്പോൾ സാത്താൻ നിന്നെ കണ്ടു പേടിക്കണം. ഈ വിശുദ്ധ കുരിശ് നിന്റെ നെറ്റിയിൽ വരച്ച് നീ പുറത്തിറങ്ങുമ്പോൾ സാത്താന്റെ ശക്തികള് നിന്നെ കണ്ട് ഭയക്കണം. ഒരിക്കലും ഒരു ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. മിനിസ്റ്റർ ചെയ്തപ്പോ ഈ ഒരു പെൺകുട്ടിയാ യേശുവിന്റെ നാമത്തിൽ അവളെ വിട്ടുപോ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ അലമുറയിട്ട് കരയാ. അപ്പൊ എന്നോട് പറയുന്നുണ്ട്, നീ എന്റെ മുന്നിൽ നിപ്പോ, ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് കണ്ടിട്ടാ നീ ഭയപ്പെടണേ? നിന്റെ നെറ്റി. എന്നോട് പറഞ്ഞ നിന്റെ നെറ്റി കണ്ടിട്ട് ഞാൻ പേടിക്കുക. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? നീ ഒരു വെള്ളമിട്ട് കുരിശ് വരച്ചില്ലേ? ഹോളി വാട്ടർ കൊണ്ട്, ഈ ഒരു മിനിസ്ട്രിക്ക് മുൻപ് ഹോളി വാട്ടർ കൊണ്ട് നെറ്റിയിൽ കുരിശ് വെറുതെ ഒരു വര വരച്ചതാ. പക്ഷേ സാത്താൻ അറിയാം അതിന്റെ ശക്തി എന്താന്നുള്ളത്. നിനക്കറിയില്ല. സാത്താൻ അറിയാം അതിന്റെ ശക്തി എന്താന്നുള്ളത്. അനുഭവിച്ചതാ. നെറ്റിയിലെ കുരിശ് സാത്താൻ കാണാൻ അവൻ പറയാ, തീയാ നിന്റെ നെറ്റിയിൽ നിന്ന് പുറപ്പെടുന്നത്. എൻ്റെ പ്രാർത്ഥനയുടെ അഭിഷേകമല്ല അത്, മറിച്ച് ഒരു കുരിശ് ഞാൻ വരച്ചപ്പോൾ അതിൽ നിന്ന് പുറപ്പെട്ട ശക്തി കൊണ്ട് ഒരു പെണ്ണിൽ നിന്ന്, പ്രിയപ്പെട്ട ദൈവജനമേ, സാത്താന്റെ അരൂപി വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതായിക്കൂടാ?
നിങ്ങൾക്കെതിരെ വരുന്ന രോഗങ്ങള്, നിങ്ങൾക്കെതിരെ വരുന്ന തിന്മകള്, നിങ്ങൾക്കെതിരെ വരുന്ന കഷ്ടങ്ങൾ, നിരാശകളൊക്കെ നിന്റെ നെറ്റിയിൽ വിശുദ്ധ കുരിശ് നാട്ടപ്പെട്ട് കഴിഞ്ഞാൽ വിട്ടുപോകാവുന്നതേ ഉള്ളൂ. നിന്നെ ഭരിക്കുന്നതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ കുരിശ്, രക്ഷയുടെ കുരിശ് നിന്നിൽ നാട്ടപ്പെട്ടാൽ മതി. പക്ഷെ നീ അതിന് സമ്മതിക്കുന്നില്ല, നീ അതിന് ഒരുങ്ങുന്നില്ല. അതിന്റെ പ്രസാദപരത്തിലായിരിക്കാൻ നീ നിന്റെ ശരീരത്തും കർത്താവിന് വിട്ടുകൊടുക്കുന്നില്ല. അതാ കുഴപ്പം. നിന്റെ ശരീരത്തെ നീ നിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന് വിട്ടുകൊടുക്ക. പാപത്തിന് വിട്ടുകൊടുക്കുന്നില്ല. നീ പാപത്തിന് വിട്ടുകൊടുത്ത് രോഗത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല നിന്റെ ശരീരത്തില്. എന്തുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, യേശു ക്രിസ്തുവിന് നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്കുക? വിട്ടുകൊടുക്കണം. യേശു ക്രിസ്തുവിന് നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്ക. അവൻ നിന്നെ കണ്ട് ഭയക്കും. സാത്താൻ നിന്നെ കണ്ട് ഭയക്കണം. സാത്താൻ്റെ അരൂപികൾ നിന്നെ കണ്ട് ഭയക്കണം. അവൻ പറയണം, വിശുദ്ധ കുരിശ് വരുന്നുണ്ടെന്ന് പറയണം, കുരിശിന്റെ ശക്തി കടന്നു വരുന്നുണ്ടെന്ന് പറയണം. നിങ്ങളെ കാണുമ്പോൾ സഹനങ്ങളിൽ നഷ്ടധൈര്യരാകരുത്, കണ്ണുനീരിൽ നഷ്ടധൈര്യരാകരുത്. എത്ര സഹനം വരുന്നോ അത്രയും കുരിശാണ് നിന്നിൽ നാട്ടപ്പെടുന്നത്. ഇന്നൊരു സഹനം കിട്ടി, അപ്പോൾ കുരിശ് വരയ്ക്കണം നെറ്റിയിൽ. വീണ്ടും കിട്ടി, വീണ്ടും കുരിശ് വരയ്ക്കണം. വീണ്ടും കിട്ടി, വീണ്ടും. എപ്പോഴെല്ലാം കണ്ണുനീര് വരുന്നോ ഓരോ കുരിശ് നെറ്റിയിൽ വരച്ചോ. നിന്നെ കണ്ട് സാത്താൻ ഓട്ടും പ്രിയപ്പെട്ടവരെ. ഇത് അനുഭവം കൊണ്ട്, ജീവിതം കൊണ്ട് പറയുക. പല സ്ഥലത്തും ചവിട്ടി തേക്കുമ്പോൾ കുരിശ് നാട്ടണം, കുരിശ് നാട്ടപ്പെടുക ചെയ്യുന്നത്. എവിടെയെല്ലാം നമ്മൾ നിന്ദിക്കപ്പെടുന്നുണ്ടോ കുരിശ് നാട്ടപ്പെടുക ചെയ്യുന്നത്. എവിടെയെല്ലാം രോഗങ്ങൾ നമ്മൾ കീഴടക്കുന്നുണ്ടോ, നമ്മളുടെ പാപങ്ങളല്ലാതെ രോഗങ്ങൾ കീഴടക്കപ്പെടുന്നുണ്ടോ, കുരിശ് നാട്ടപ്പെടുക ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൈനാണ് വിശുദ്ധ കുരിശ്. പക്ഷെ നമ്മൾ ആ കുരിശിനെ നിന്ദിക്കുക, നമ്മൾ ആ കുരിശിന് നമ്മുടെ ശരീരത്തിൽ ഇടം കൊടുക്കുന്നില്ല. വിശുദ്ധ കുരിശിന് നമ്മുടെ ശരീരത്തിൽ ഇടം കൊടുക്കാതെ വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയണം. അതിന് പരിശുദ്ധാത്മാ അഭിഷേക ധ്യാനം കൂടിയിട്ടൊന്നൊരു കാര്യമില്ല. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് തരാനേ പറ്റുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ആർക്കും പരിശുദ്ധാത്മാവിനെ കൊണ്ടൊന്ന് ചൊരിഞ്ഞൊഴിച്ചു തരാനൊന്നും ആർക്കും പറ്റില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ പ്രസാദപരത്തിലായാൽ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ വസിക്കുന്നവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെടാത്തിടത്തോളം ഒരു ധ്യാന കേന്ദ്രത്തിനും ഒരു ധ്യാന ഗുരുക്കന്മാർക്കും ഒന്നും ചെയ്യാൻ ആവില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ശരീരം കർത്താവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് വിശുദ്ധ കുരിശ് ശരീരത്തിൽ നാട്ടപ്പെടുകയുള്ളൂ. ശരീരം കർത്താവിന് വിട്ടുകൊടുത്തതാണ് സന്യസ്തരും ബഹുമാനപ്പെട്ട പുരോഹിതരും. അവർ ശരീരത്തെ കർത്താവിന് വിട്ടുകൊടുത്തതാണ്. ശരീരത്തെ കർത്താവിന് വിട്ടുകൊടുത്തപ്പോൾ സഭ അവരെ ഒരു വേഷം അണിയിച്ചു. ആ വേഷമാണ് നമ്മൾ കാണുന്നവരുടെ വേഷം. ഇത് തന്നെ ആത്മായ സഹോദരൻ എനിക്ക് നിങ്ങൾക്കും പറ്റും. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഒരു സ്പിരിച്വൽ ഡ്രസ്സിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കും. ദൈവം അല്ലെങ്കിൽ സ്വർഗം നമ്മളെ ഒരു സ്പിരിച്വൽ ഡ്രസ്സ് അണിയിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോൾ കിട്ടും, പാപത്തെ വെറുതുപേക്ഷിക്കുമ്പോൾ കിട്ടും, ശരീരത്തിലുള്ള സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ കിട്ടും. ഈ ഒരു സ്പിരിച്വൽ ഡ്രസ്സ് നമുക്കുണ്ട്. പക്ഷെ നമ്മളിത് ഫീൽ ചെയ്യാത്തത് അവരറിവില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ ഞാൻ ഈ പാപം ചെയ്യാൻ ഇപ്പോൾ ഒരു സാഹചര്യം കിട്ടി, ഞാൻ മാറി. ഒരു സ്പിരിച്വൽ ഡ്രസ്സ് ആ സമയം സ്വർഗം എന്നെ അണിയിക്കും. കാരണം ഞാനെടുത്ത തീരുമാനത്തെ സ്വർഗം മാനിച്ചത് കൊണ്ട്. ഞാനെടുത്ത തീരുമാനത്തെ സ്വർഗം മാനിച്ചു. ഒരു സഹനം, ഒരു വലിയൊരു രോഗം വന്നു, ഞാനത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചു. വീണ്ടും ഒരു സ്പിരിച്വൽ ഡ്രസ്സ് എനിക്ക് കിട്ടുക. പ്രിയപ്പെട്ട ദൈവജനമേ, ബഹുമാനപ്പെട്ട വൈദികരിലും പുരോഹിതരിലും നമ്മുടെ കണ്ണുകളാൽ കാണുന്ന രീതിയിൽ സഭ അവരെ വേഷം ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇത് സ്പിരിച്വലി അണിയാൻ പറ്റിയൊരു വേഷമാണ്. സ്പിരിച്വലി അണിയണം, ആത്മാവിനെ ഉടുപ്പിക്കാൻ പറ്റണം. ആത്മാവിനെ ഉടുപ്പിക്കുമ്പോൾ ശരീരം ആവരണം ചെയ്യപ്പെടും. ആത്മാവിനെ പാപം കൊണ്ട് നീ ഉടുപ്പിച്ചാൽ ശരീരം രോഗം കൊണ്ട് ആവരണം ചെയ്യപ്പെടും. ആത്മാവിനെ അഭിഷേകം കൊണ്ട് നീ അണിയിച്ചാൽ ശരീരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടും. ഹല്ലേലൂയ. അതായത് എൻ്റെ ആത്മാവിനെ പാപത്തിൻ്റെ ആവരണം ഞാൻ എൻ്റെ ആത്മാവിനെ അണിയിച്ചാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് രോഗം പുറപ്പെടും.
എൻ്റെ ആത്മാവിലേക്ക് ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ അണിയിച്ചാൽ, ഒരാവരണം തീർത്താൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടും. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ. ഇത് ഇല്ലാതെ വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനം, നമുക്ക് പലതിനോടും മറുതലിക്കാൻ തോന്നും. ഇതില്ലാതെ വരുമ്പോൾ ദൈവത്തെ നമുക്ക് നിന്ദിക്കാൻ തോന്നും. ഇതില്ലാതെ വരുമ്പോൾ സാത്താൻ നമ്മുടെ ജീവിതത്തെ കീഴടക്കും. ജോലി, കുടുംബം, ആരോഗ്യം, മക്കള് ഒക്കെ ഓരോന്നോരോന്നായിട്ട് അവൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം സാത്താൻ സ്വാഭാവികമായിട്ടും ഏറ്റെടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, വിട്ടുകൊടുക്കാം നമ്മൾക്ക് ശരീരത്തെ. ആത്മാവോട് കൂടെ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് മുൻപിൽ വിട്ടുകൊടുക്കണം. ദൈവത്തിന് മുൻപിൽ നമ്മുടെ ശരീരത്തോടു കൂടെ നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുത്തേ. ഈശോ ഏറ്റെടുക്കട്ടെ നമ്മുടെ ശരീരത്തെ. ഈശോ ഏറ്റെടുക്കട്ടെ. നാളെ എൻ്റെ മക്കൾ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടാനും പറ്റും, നാളെ എൻ്റെ മക്കൾ എന്നിലൂടെ ശപിക്കപ്പെടാനും പറ്റും. നാളെ എൻ്റെ മക്കൾ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടാനും പറ്റും, എൻ്റെ മക്കൾ എന്നിലൂടെ ശപിക്കപ്പെടാനും പറ്റും. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്ന രക്ഷ, കർത്താവ് തന്ന ശക്തി, കർത്താവ് തന്ന ചൈതന്യം നമ്മളിൽ നിന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് പുറപ്പെടണം. കർത്താവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് പുറപ്പെട്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ, പ്രത്യാശയോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിൻ്റെ ശക്തി പുറപ്പെടണം നമ്മിൽ നിന്ന്. യേശുവിൻ്റെ ശക്തി പുറപ്പെടണം. യേശുവിൻ്റെ ശക്തി പുറപ്പെടാത്ത ശരീരം ജഡമാണ്. കർത്താവിൻ്റെ ശക്തി നമ്മളിന്ന് പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ജഡമാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരല്ല നമ്മൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെടണം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അതിന് ശേഷം തുടർന്ന് ബാക്കിയുള്ള വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭക്ഷണത്തിന് ശേഷം എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ ദൈവത്തിൻ്റെ മുമ്പിൽ നടച്ചേ. ഇപ്പോൾ കേട്ട ഈ വചനഭാഗത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ വചനഭാഗം പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചേ. വിശുദ്ധ പൗലോസ് പുസ്തകൻ കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം സമർപ്പിച്ചേ. ഈ വചനം എന്നിൽ മാംസം ധരിക്കണമെന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ.